ഞാൻ കയറുന്നതേ ഉള്ളൂ അല്ലേ? മോർണിംഗ്. Good morning, sir. മോർണിംഗ്. ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും കയറുന്നതേ ഉള്ളൂ. Good morning, sir. മോർണിംഗ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് തുടങ്ങാം. കുറച്ച് പേരേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് തുടങ്ങാം. കാരണം മീറ്റിംഗ് വന്നോട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ പ്രയറോടുകൂടി തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുമായിരിക്കും അല്ലേ? പതുക്കെ വരട്ടെ. പിന്നെ കുറച്ച് പേർക്ക് ജയിയുടെ പരീക്ഷയൊക്കെ കാണുമായിരുന്നു. ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം ആൽക്കൈനാണ് റൂട്ടുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നെയിമിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഐസോമറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. എല്ലാവരും ഓരോരോ കമ്പ്യൂട്ടറിന്റെ ഓഡിയോ വീഡിയോ ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കയറുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യാം അത്. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമുക്ക് സമയം പരീക്ഷ ഒരുപാട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നാളെയായിട്ട് അയച്ചു തരും ഒന്നുകൂടെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിലെത്തണം. അപ്പൊ ഇന്ന് അതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആണ്. ആരെങ്കിലും ഒരാൾ ഒന്ന് ഓർക്കുക, ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ഒന്ന് പറഞ്ഞേക്കുക. ഞാൻ പറഞ്ഞുതരാം നെയിം റിയാക്ഷൻ ഏതൊക്കെയാണെന്ന്. ആദ്യമേ ഞാൻ പറഞ്ഞു പേരന്റ് കോമ്പൗണ്ടിനെ മനസ്സിലാക്കുക. ഒന്ന് കാർബോക്സിലിക് ആസിഡ്, അല്ലെ 2 റിയാക്ഷൻ ആണ്, കോൾസും ഡീകാർബോസിലേഷനുമാണ് 2 റിയാക്ഷൻ. കോൾസ് റിയാക്ഷനും ഡീകാർബോസിലേഷനുമാണ് ആൽക്കൈൻ ഉണ്ടാകുന്ന കാർബോക്സിലിക് ആസിഡിനെ ആൽക്കൈൻ ആക്കുന്ന 2 മെത്തേഡ്. 2 ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള മെത്തേഡ് പറഞ്ഞു. ഫ്രാങ്ക്ലാൻഡ് റിയാക്ഷൻ, ഉൾസ് റിയാക്ഷൻ 2 സെയിം ആണ്. ഉൾസിൽ സോഡിയം ഉപയോഗിക്കുമ്പോൾ ഫ്രാങ്ക്ലാൻഡിൽ സിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ഫ്രാങ്ക്ലാൻഡ് ഉൾസും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചത് റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. എനിക്ക് തോന്നുന്നു റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് വരെ പറഞ്ഞെന്ന് തോന്നുന്നു. ആണോ? എനിക്ക് ഓർമ്മയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അതെയോ? കോറിയോസിന്തസിസ് പറഞ്ഞായിരുന്നു, അത് കഴിഞ്ഞ് റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് വരെയല്ലേ പറഞ്ഞു? ആണോ? സാർ ഹൈഡ്രജൻ അയോഡൈഡിന്റെ റെഡ് ഫോസ്ഫറസിന്റെ അതും കൂടി പറഞ്ഞു, എല്ലാം പറഞ്ഞു. അതിന്റെ ആൽക്കൈൽ ഹാലൈഡിന്റെ ഹൈഡ്രജൻ ഹാലൈഡ്, മറ്റേ ഹൈഡ്രജൻ അയോഡൈഡും റെഡ് ഫോസ്ഫറസും കൂടി ചേർന്നിട്ട് ഒരു ഇതുണ്ടല്ലോ, അത് പറഞ്ഞോ? അത് പറഞ്ഞു. അത് പറഞ്ഞു. ഓക്കെ. ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് ഹൈഡ്രജൻ അയോഡൈഡ് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ഹൈഡ്രോ കാർബൺ ആവുന്ന റിയാക്ഷൻ പറഞ്ഞല്ലേ? പറഞ്ഞു. അവിടെ റെഡ് ഫോസ്ഫറസിന്റെ റോള് പറഞ്ഞായിരുന്നു, റോൾ ഓഫ് റെഡ് ഫോസ്ഫറസ്. നോട്ട് ചെയ്തിട്ടോ? റോൾ ഓഫ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസിന്റെ റോള്, ആ റിയാക്ഷനിൽ റെഡ് ഫോസ്ഫറസിന്റെ റോൾ എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് ഹൈഡ്രജൻ അയോഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് P4 റെഡ് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആവുന്ന റിയാക്ഷൻ പ്ലസ് I2. ഇവിടെ ഫോസ്ഫറസിന്റെ റോള് എന്താണെന്ന് ചോദിച്ചാൽ റിമൂവ് വോളറ്റൈൽ അയഡിൻ. അയഡിനെ റിമൂവ് ചെയ്യുന്നതാണ് റോള്. അയഡിനെ ഫോസ്ഫറസ് എങ്ങനെയാ റിമൂവ് ചെയ്യുന്നത്?
PI3 ആയിട്ട് റിമൂവ് ചെയ്യും. ആ റിയാക്ഷനില് റോൾ ഓഫ് ഫോസ്ഫറസ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫോസ്ഫറസ്? ഇത് റിഡക്ഷൻ ആണ്. ഈ റിഡക്ഷൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ അയഡൈഡ് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ 425 കെൽവിൻ ആണ് ലാസ്റ്റ് പറഞ്ഞെങ്കിൽ, റോൾ ഓഫ് ഫോസ്ഫറസ് വോളറ്റൈൽ ആയിട്ടുള്ള അയഡിനെ PI3 ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഫോസ്ഫറസിന്റെ റോൾ. പക്ഷെ പറഞ്ഞുള്ളൂ, ഇതുവരെയാണ് പറഞ്ഞതെന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനിയുള്ള മെത്തേഡ്സ് റിഡക്ഷൻ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ്സ് ആണ്. റിഡക്ഷൻ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ്സ് ആണ്. ഒന്ന് ക്ലെമൻസൺ റിഡക്ഷൻ. റിഡക്ഷൻ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന റിഡക്ഷൻ പ്രോസസ് ആണ് ഞാൻ പറയുന്ന നെയിം റിയാക്ഷൻ ആണ് ക്ലെമൻസൺ റിഡക്ഷൻ. നിങ്ങൾക്ക് അറിയാം ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം. ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആൽഡിഹൈഡ് ആണെങ്കിൽ ഒരു ടെർമിനൽ വാലൻസി CO ഗ്രൂപ്പിന്റെ ഒരു വാലൻസി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് അറിയാം ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ക്ലെമൻസന്റെ റെഡ്യൂസിംഗ് ഏജന്റ് എല്ലാവർക്കും അറിയാം. ക്ലെമൻസൺ റെഡ്യൂസിംഗ് ഏജന്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാ? സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl. ക്ലെമൻസന്റെ റെഡ്യൂസിംഗ് ഏജന്റ് സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl. ഇപ്പോൾ ഇവിടെ റിഡക്ഷൻ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. തന്നിരിക്കുന്ന ഏത് ആൽഡിഹൈഡ് ആയാലും ശരി, ഏത് കീറ്റോൺ ആയാലും ശരി, എത്ര നമ്പർ ഓഫ് കാർബൺ ഉണ്ടോ അത്രയും നമ്പർ ഉള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ക്ലെമൻസൺ റിഡക്ഷൻ. നോക്കിയാൽ മതി, തന്നിരിക്കുന്നത് ഒരു ആൽഡിഹൈഡ് കീറ്റോൺ ആണ്, സിങ്ക് അമാൽഗോ HCl ആണെങ്കിൽ ഉറപ്പിച്ചോ ആ റിയാക്ഷൻ വിളിക്കുന്നവരാണ് ക്ലെമൻസൺ റിഡക്ഷൻ. ആ ക്ലെമൻസൺ റിഡക്ഷന്റെ പ്രോഡക്റ്റ് എത്ര കാർബൺ ഉണ്ടോ അത്രയും നമ്പർ ഉള്ള ഹൈഡ്രോകാർബൺ, ഇവിടെ പേരന്റിനകത്ത് എത്ര കാർബൺ ഉണ്ടോ അത്രയും നമ്പർ ഉള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് ക്ലെമൻസൺ റിഡക്ഷൻ. അതായത് കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ക്ലെമൻസൺ റിഡക്ഷൻ. അടുത്ത നെയിം റിയാക്ഷനിൽ അടുത്തതാണ് ക്ലെമൻസൺ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷനിൽ reducing agent usually zinc amalgam in presence of HCl. എല്ലാവർക്കും അറിയാം ക്ലെമൻസൺ റിഡക്ഷൻ. അടുത്തത് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ആണ്. ഇവിടെയും ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കാർബണൈൽ ഗ്രൂപ്പ് ആണ്. നമുക്കറിയാം ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ കാർബണൈൽ ഗ്രൂപ്പ്. ആ കാർബണൈൽ ഗ്രൂപ്പിനെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഹൈഡ്രസീൻ യൂസ് ചെയ്യും. അപ്പൊ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കും. അഡീഷൻ നടക്കുമ്പോൾ അമോണിയയുടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ H2 എലിമിനേറ്റ് ചെയ്തിട്ട് എക്സ്റ്റൻഡഡ് ബോണ്ട് ഉണ്ടാവും, ഫോളോഡ് ബൈ KOH in presence of glycol. ഇവിടെ N2 പോവും, കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. എത്ര നമ്പർ ഉള്ളതോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ. നോക്കിയേ, ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ CHO ആൽഡിഹൈഡ്, അതിനകത്തോട്ട് നിങ്ങൾ ഹൈഡ്രസീൻ ആഡ് ചെയ്യുന്നു. അഡീഷൻ റിയാക്ഷൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നിട്ട് CH3 followed by KOH in presence of glycol. For nitrogen boat corresponding hydrocarbon ആയിട്ട് മാറും. എത്ര കാർബൺ ഉണ്ടോ അത്രയും നമ്പറുള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. This reaction is known as Wald-Kirchner reduction. So Wald-Kirchner reduction വളരെ സിമ്പിൾ ആണ്. Wald-Kirchner reduction വളരെ സിമ്പിൾ ആണ്. Wald-Kirchner reduction നോക്കുക, parent compound കാർബണിലായി ഹൈഡ്രസീൻ followed by KOH glycol. കാണുമ്പോൾ അത് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറുന്നുണ്ട്. ഓവോട്ട് അത്രയും ഹൈഡ്രജൻ ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് Wald-Kirchner reduction. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് Wald-Kirchner reduction. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് Wald-Kirchner reduction. അപ്പൊ രണ്ടാമത്തെ റിഡക്ഷൻ ആണ് Wald-Kirchner reduction. അപ്പൊ നോക്കി, ആൽക്കൈനകത്ത് തന്നെ എത്ര നെയിം റിയാക്ഷൻ. ഇത് പഠിക്കുമ്പോൾ നമുക്ക് അടുത്ത പേരന്റ് കോമ്പൗണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന്,
വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ഒന്ന് കോൾസ്, രണ്ടാമത്തെ ഡീകാർബോസിലേഷൻ. കോൾസിൽ ആസിഡ് ആയിരിക്കും, സോഡിയം സാൾട്ട് ഓഫ് ആസിഡ്. ഡീകാർബോസിലേഷൻ അതും പാരന്റ് കോമ്പൗണ്ട് സോഡിയം സാൾട്ട് ഓഫ് ആസിഡ്. ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഇതിനേക്കാൾ ഒരു കാർബൺ കുറഞ്ഞതിന്റെ ഇരട്ടി നമ്പർ ഉള്ളത്. ഇവിടെ ഒരു കാർബൺ കുറഞ്ഞ ഹൈഡ്രോ കാർബൺ. അടുത്ത കോറി ഹൗസ്, ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം. അപ്പൊ കോറി ഹൗസ് ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? കോറി ഹൗസിന്റെ പ്രത്യേകത എന്താ? അടുത്തത് വുഡ്സ് റിയാക്ഷൻ, പിന്നെ ഫ്രാങ്ക്ലാൻഡ് റിയാക്ഷൻ, പിന്നെ നെയിം റിയാക്ഷൻ വന്നത് ഇപ്പം പറഞ്ഞ ക്ലമൻസൺ റിഡക്ഷൻ, പിന്നെ വോൾകൃഷ്ണ റിഡക്ഷൻ. ഇത്രയും നെയിം റിയാക്ഷൻ എവിടെ വരുന്നുണ്ട്? ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത് വരുന്നുണ്ട്. ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത് വരുന്ന നെയിം റിയാക്ഷൻ ആണ് നിങ്ങൾ ഈ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നെയിം റിയാക്ഷൻ. ആരുടെ നെയിം റിയാക്ഷൻ ആണ്? ആൽക്കൈന്റെ നെയിം റിയാക്ഷൻ ആണ്. രണ്ടെണ്ണം പറഞ്ഞത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ക്ലമൻസനും വോൾകൃഷ്ണനും നിങ്ങൾക്കറിയാം. ക്ലമൻസൺ റെഡ്യൂസിംഗ് ഏജന്റ്, സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl. വോൾകൃഷ്ണനകത്ത് ഹൈഡ്രസീൻ ആഡ് ചെയ്തിട്ട് ഫോളോഡ് ബൈ KOH ഗ്ലൈക്കോസും ആണ് വോൾകൃഷ്ണൻ. അടുത്തത് മൂന്നാമത്തത് എന്ന് പറയാം ഹൈഡ്രോജനേഷൻ. ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻ ആൻഡ് ആൽക്കീൻ. ആൽക്കീൻ ആവാം അല്ലെങ്കിൽ ആൽക്കൈൻ ആവാം. അതിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കൈനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷൻ ആണ്. ആൽക്കീനകത്തോട്ടോ ആൽക്കൈനകത്തോട്ടോ ഹൈഡ്രജൻ ആഡ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് അറ്റ് 570 കെൽവിൻ. ഈ റിയാക്ഷൻ നിങ്ങൾ വിളിക്കുന്നവരാണ് സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. ഹൈഡ്രോജനേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. Hydrogenation of unsaturated compound. Nickel catalyst ആയിട്ട് 573. അടുത്ത ആൽക്കൈൻ ആണെങ്കിൽ ഹൈഡ്രജൻ എണ്ണം കൂടുന്നേ ഉള്ളൂ. നിക്കൽ കാറ്റലിസ്റ്റ് 570. അപ്പൊ നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ട് മാറും, ആൽക്കൈൻ ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ. നിക്കൽ കാറ്റലിസ്റ്റ് ആണെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്നവരാണ് സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. ഇനി നിങ്ങൾ ഞാൻ അടുത്തതിനകത്ത് പറഞ്ഞത് ഇത്രയും മനസ്സിലാക്കുക. അടുത്ത നെയിം റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത് സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. വാട്ട് ഈസ് സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ? കൺവേർഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഇൻടു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആവുന്നു. നിക്കൽ കാറ്റലിസ്റ്റ് 573 കെൽവിൻ. അതിനെ വിളിക്കുന്ന പേരാണ് സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. അടുത്തത് സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ ക്ലിയർ ആയവർക്ക് ഹൈഡ്രോളിസിസ് ആണ്. അതായത് കുറച്ചുകൂടി പ്രത്യേക രണ്ടുപേരെ ഹൈഡ്രോളിസിസ്, അലൂമിനിയം കാർബൈഡ് ഹൈഡ്രോളിസിസ് ആണ്. അലൂമിനിയം കാർബൈഡ് പ്ലസ് വാട്ടർ. അലൂമിനിയം കാർബൈഡിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പല അലൂമിനിയം കാർബൈഡ് പ്ലസ് വാട്ടർ, അവിടെ നമുക്ക് മീഥേൻ ഗ്യാസ് കിട്ടും. പ്ലസ് അലൂമിനിയം ഹൈഡ്രോളിസിസ്, അലൂമിനിയത്തിന്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് കാർബൈഡ്. നോക്കുക ഇവിടെ അതിപ്പോ 12. അപ്പൊ ഇവിടെ നോക്കുക 12 ഇവിടെ 12 H2. അപ്പൊ അലൂമിനിയം കാർബൈഡ് പ്ലസ് ഹൈഡ്രോ വാട്ടർ ഗിവ്സ് മീഥേൻ ഗ്യാസ്. അതുപോലെ തന്നെ ബെർലിയം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്താലും നമുക്ക് മീഥേൻ കിട്ടും. ബെർലിയം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീഥേൻ കിട്ടും. ബെർലിയത്തിന്റെ ഹൈഡ്രോ പ്രോഡക്റ്റ്. അപ്പൊ ഹൈഡ്രോളിസിസ്, അടുത്ത റിയാക്ഷൻ ഹൈഡ്രോളിസിസ് ആണ്. അലൂമിനിയം കാർബൈഡും ബെർലിയം കാർബൈഡും ഹൈഡ്രോളിസിസ് കഴിഞ്ഞാൽ നമുക്ക് മീഥേൻ ഗ്യാസ് കിട്ടും.
അലൂമിനിയത്തിന്റെ കാർബൈഡോ ബെർലിയത്തിന്റെ കാർബൈഡോ ഹൈഡ്രോളിസിസ് പങ്കെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഗ്യാസ് ആണ് മീഥേൻ ഗ്യാസ്. ജസ്റ്റ് നോട്ട് ചെയ്തിട്ടേക്കണം, അത് നമുക്ക് ബുദ്ധിമുട്ട് വരരുത്. അലൂമിനിയം കാർബൈഡും ബെർലിയം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് മീഥേൻ ഗ്യാസ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോസിലിക് ആസിഡ്, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോസിലിക് ആസിഡ്, ആൽഡിഹൈഡ് ആവാം കീറ്റോൺ ആവാം കാർബോസിലിക് ആസിഡ് ആവാം, ഏതായാലും ശരി. ഇപ്പൊ നമുക്ക് ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കഹോള്, ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഡിഹൈഡ്, കീറ്റോൺ ആണെങ്കിൽ കീറ്റോൺ, കാർബോസിലിക് ആസിഡ് ആണെങ്കിൽ കാർബോസിലിക് ആസിഡ്. ഇവർ ഇത്രയും പേരെയും ഹൈഡ്രോകാർബൺ ഒക്കെ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ഞാൻ പറഞ്ഞു 425 കെൽവിൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം എന്തായിട്ട് മാറും? ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ആൽക്കൈൻ ആയിട്ടാണ് മാറുന്നത്. നോട്ട് ചെയ്തിട്ടേക്കണം. ആൽക്കഹോൾ CH3 CH2OH തരുന്നത് ഹൈഡ്രജൻ അയഡൈഡ് റെഡ് ഫോസ്ഫറസിലാണെങ്കിൽ അവിടെ നോക്ക് ആൽക്കഹോള്, ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോസിലിക് ആസിഡ് ഇത്രയും പേരെയും ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. എത്ര നമ്പർ ഓഫ് കാർബൺ ഇവിടെ ഉണ്ടോ അത്രയും നമ്പറുള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും, ആൽക്കൈൻ ആയിട്ട് മാറും. ആൽക്കഹോള്, അപ്പൊ റെഡ് ഫോസ്ഫറസ് ഇവിടെയും റെഡ് ഫോസ്ഫറസ്, ഇവിടെയും റെഡ് ഫോസ്ഫറസ് 425 കെൽവിൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ആൽക്കഹോൾ ആയാലും ആൽഡിഹൈഡ് ആയാലും കാർബോസിലിക് ആസിഡ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കൈൽ ഹാലൈഡ് ആയാലും ശരി ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആൽക്കൈൻ ആയിട്ട് മാറും. ഇത്ര നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞ് ഒന്നുകൂടെ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ് ആയാലും ശരി ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് നോക്കി? ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ റെഡ് ഫോസ്ഫറസ്, ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോസിലിക് ആസിഡ് ഇത്രയും പേരെ അത്രയും നമ്പറുള്ള ആൽക്കൈൻ ആക്കാൻ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് മതി. കണ്ടോ? ശ്രദ്ധിക്കുക, ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോസിലിക് ആസിഡ് ഇത്രയും ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഉള്ള ആൽക്കൈൻ ആയിട്ട് മാറും. ഇത്രയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനകത്ത് പറയാനുള്ളത്. ശ്രദ്ധിച്ചു നോക്കുക, ഇത്രയാണ് എനിക്ക് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനകത്ത് പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാണ്. ആൽക്കൈൽ ഹാലൈഡ്, 2 കാർബോസിലിക് ആസിഡ്. ആൽക്കൈൽ ഹാലൈഡിനകത്ത് വുഡ്സ് പറഞ്ഞു, ഫ്രാങ്ക്ലാൻഡ് പറഞ്ഞു, റിഡക്ഷൻ പറഞ്ഞു, ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് പറഞ്ഞു. 4 മെത്തേഡ് ആൽക്കൈൽ ഹാലൈഡിനകത്ത് പറഞ്ഞു. കാർബോസിലിക് ആസിഡിനകത്ത് കോൾസ് പറഞ്ഞു, പിന്നെ ഡി കാർബോസിലേഷൻ പറഞ്ഞു, പിന്നെ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് പറഞ്ഞു. ആൽക്കൈൽ ഹാലൈഡ് വുഡ്സ്, ഫ്രാങ്ക്ലാൻഡ്, കോറി ഹൗസ്, ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്, റിഡക്ഷൻ. ഇത്രയും മെത്തേഡ് ആൽക്കൈൽ ഹാലൈഡിന് ഇതെല്ലാം ഹൈഡ്രോകാർബൺ ആവുന്ന പ്രോസസ്. കാർബോസിലിക് ആസിഡിനകത്ത് ഡി കാർബോസിലേഷൻ, കോൾസ് പറഞ്ഞു, ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് പറഞ്ഞു. ഇതെല്ലാം കറസ്പോണ്ടിങ് ആൽക്കൈൻ ആവുന്നത്. അടുത്തത് കറസ്പോണ്ടിങ് മീൻസ് ഞാൻ പറഞ്ഞു ഡീകാർബോസിലേഷൻ അത് ഒരെണ്ണം കുറവുള്ളത്. അടുത്ത മെത്തേഡ് ആൽക്കൈന്റെ റൂട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളാം. അടുത്തത് ഞാൻ പറഞ്ഞത് അലൂമിനിയം കാർബൈഡും ബെർലിയം കാർബൈഡും ഹൈഡ്രോളിസിസ്, പിന്നെ ആൽക്കീനും ആൽക്കൈനും ഹൈഡ്രോജനേഷൻ. അവിടെ വരുന്ന നെയിം റിയാക്ഷൻ സെബേഷ്യൽ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. അപ്പൊ പാരന്റ് കോമ്പൗണ്ട് ഇത്രയും മനസ്സിലായി. ഇനി ഒരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാം, ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആൽക്കൈൻ കിട്ടാനുള്ള ഒരാൾ കൂടെ ഉണ്ട്, ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പൊ ഗ്രിഗ്നാർഡിനകത്തോട്ട് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാല്, ആൽക്കഹോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാല്, അമീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇത് കറസ്പോണ്ടിങ് കാർബൺ ഉള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് മാറി. പ്രോട്ടോണിനെ കൊടുക്കും. കണ്ടോ? അപ്പൊ ഗ്രിഗ്നാർഡ് പ്ലസ് വാട്ടർ, ഗ്രിഗ്നാർഡ് പ്ലസ് ആൽക്കഹോൾ, ഗ്രിഗ്നാർഡ് പ്ലസ് അമീൻ ഇതെല്ലാം എന്തായിട്ടാ മാറുന്നത്? കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത് വരുന്നത്. അപ്പൊ റൂട്ട് ഞാൻ ജസ്റ്റ് വരയ്ക്കാം, അതോ
ഇനി ഒന്നുകൂടെ പറയുമ്പോൾ ബോറാവുകയാണെങ്കിൽ വരയ്ക്കുന്നില്ല. വരയ്ക്കണോ പ്ലീസ്? പ്രിപ്പറേഷൻ കഴിഞ്ഞു. ആ റൂട്ടായിട്ട് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. വരയ്ക്കണം സാർ. വരയ്ക്കാം. സമയം പോകുന്നുണ്ടാ ചോദിച്ചത്. ഓക്കെ. ഫസ്റ്റ് പാരന്റ് കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ്. സെക്കൻഡ് പാരന്റ് കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ്. ഇത് ബോർഡിനകത്ത് എത്തില്ല, നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ പാരന്റ് കോമ്പൗണ്ട് കാർബോക്സിലിക് ആസിഡ്. മൂന്നാമത്തെ പാരന്റ് കോമ്പൗണ്ട്, തേർഡ് പാരന്റ് കോമ്പൗണ്ട് അലൂമിനിയം കാർബൈഡും ബെർലിയം കാർബൈഡും. നിൽക്കട്ടെ, ഞാൻ രണ്ട് റൂട്ട് അങ്ങ് വരച്ചിട്ട് ബാക്കി പറയാം. ആൽക്കൈൽ ഹാലൈഡ് ആദ്യമേ വരയ്ക്കുക. ആൽക്കൈൽ ഹാലൈഡ് ഒന്ന് ഉൾസ് റിയാക്ഷൻ ആണ്. ഉൾസിനകത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഈതർ. രണ്ടാമത്തത് ഫ്രാങ്ക്ലാൻഡ് റിയാക്ഷൻ ആണ്. ഫ്രാങ്ക്ലാൻഡിനകത്ത് സിങ്ക്. ഉൾസ് എങ്ങനെയാണോ അതുപോലെ. പിന്നെ ഉള്ളത് റിഡക്ഷൻ. റിഡക്ഷനകത്ത് നിങ്ങൾക്ക് സിങ്ക് കോപ്പർ കപ്പിൾ ഉപയോഗിക്കാം. പിന്നെ അടുത്തത് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഇത്രയും റൂട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൽക്കൈൽ ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ഉൾസിനകത്ത് ശ്രദ്ധിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാ അത് ഇവിടെ എഴുതുക. ഉൾസിനകത്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ഈവൻ നമ്പർ ഉള്ളത് ഇവിടെ എത്ര ഉണ്ടോ അതിന്റെ ഡബിൾ നമ്പർ ഓഫ് കാർബൺ. ഇവിടെ എത്ര ഉണ്ടോ അതിന്റെ ഡബിൾ നമ്പർ ഓഫ് കാർബൺ ആണ് ഉൾസിനകത്ത് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇവിടെ കിട്ടുന്നതിന്റെ ഡബിൾ നമ്പർ ഓഫ് കാർബൺ ആണ് കിട്ടുന്നത്. അപ്പൊ ഉൾസിന്റെ പ്രോഡക്റ്റ് 6 ഉൾസിനകത്ത് എത്രയേ ഉള്ളൂ. ഇതേ സെയിം സംഭവമാണ് ഫ്രാങ്ക്ലാൻഡിനകത്ത്. ഈവൻ നമ്പർ ഉള്ളത് കിട്ടത്തുള്ളൂ. ഈവൻ നമ്പർ ഓഫ് കാർബൺ ഉള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ എത്രയാണോ അതിന്റെ ഇരട്ടി നമ്പർ ഉള്ളത്. ഇതാണ് ഉൾസും ഫ്രാങ്ക്ലാൻഡിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇനി റിഡക്ഷൻ, സിങ്ക് കോപ്പർ കപ്പിൾ വെച്ചുള്ള റിഡക്ഷൻ, കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ. അത് എത്ര നമ്പർ ആണോ അത് കറസ്പോണ്ടിങ് എഴുതിയാൽ മതി. അതേ ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ടോ അത്രയും നമ്പർ ഉള്ള പ്രോഡക്റ്റ്. സിങ്ക് കോപ്പർ കപ്പിൾ അതേ നമ്പർ ഉള്ളത്. പിന്നെ അവിടെ റിഡക്ഷന് ശ്രദ്ധിക്കാനുള്ള പോയിന്റുകൾ, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, റിഡക്ഷന് നിങ്ങൾ ഉപയോഗിക്കുന്ന ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിൽ പ്രൈമറി സെക്കൻഡറി റിഡക്ഷൻ നടക്കാൻ പറ്റത്തുള്ളൂ. പ്രൈമറി സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് റിഡക്ഷൻ നടക്കത്തുള്ളൂ. സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന റിഡ്യൂസിങ് എങ്കിൽ ടെർഷറി സെക്കൻഡറി നടക്കത്തുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ ആൽക്കൈൽ ഹാലൈഡിനെ റിഡക്ഷൻ ഉപയോഗിക്കുന്ന റിഡ്യൂസിങ് ഏജന്റ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രൈമറി സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡിലെ റിഡക്ഷൻ നടക്കത്തുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന റിഡ്യൂസിങ് ഏജന്റ് സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആണെങ്കിൽ ടെർഷറിക്ക് സെക്കൻഡറിക്ക് റിഡക്ഷൻ നടക്കത്തുള്ളൂ. അതല്ല ട്രൈഫിനൈൽ ഇതാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ട്രൈഫിനൈൽ ഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറിയും സെക്കൻഡറി ടെർഷറി ആൽക്കൈൽ ഹാലൈഡിനെ റിഡക്ഷൻ നടത്താൻ പറ്റും. പ്രൈമറിയും സെക്കൻഡറി ടെർഷറി റിഡക്ഷൻ നടത്താൻ പറ്റും. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള റൂട്ട്. ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൽ ആക്കാൻ ഉൾസ് റിയാക്ഷൻ, ഉൾസിനകത്ത് പ്രത്യേകത ഡബിൾ നമ്പർ. ഫ്രാങ്ക്ലാൻഡ് സിങ്ക് ആണ് ഉപയോഗിക്കുന്നത് സോഡിയത്തിന് പകരം. റിഡക്ഷൻ ഉപയോഗിച്ചാൽ കറസ്പോണ്ടിങ് എത്ര നമ്പർ ഉള്ള കാർബൺ ആണോ ആൽക്കൈൽ ഹാലൈഡിൽ അതേ നമ്പർ ഉള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ഹൈഡ്രജൻ അയഡൈഡിന്റെ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് 425 കെൽവിൻ ഉപയോഗിക്കാം. ഇത്രയാണ് ആൽക്കൈൽ ഹാലൈഡിന്റെ റൂട്ട്. ഇനി ഇത് ബോഡി നോക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോട്ടായിട്ട് സെൻഡ് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല എല്ലാം ഒരുമിച്ച് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുമിച്ച് അയക്കാൻ വിചാരിച്ചു. പെട്ടെന്ന് അയക്കാം. നാളെ മറ്റന്നാൾ അയച്ചു തരാം. അത് മതിയോ? ഇപ്പൊ കിട്ടിയോ? ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കുന്ന മെത്തേഡ് എങ്ങനെ പഠിക്കാന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായി. ഏതൊക്കെയാ? ഉൾസിന്റെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താ? ഈവൻ നമ്പർ ഉള്ളതേ കിട്ടത്തുള്ളൂ. ഇവിടെ ഒരു കാർബൺ ആണെങ്കിൽ അവിടെ 2 കാർബൺ ഉള്ളത്, ഇവിടെ 2 ആണെങ്കിൽ അവിടെ 4, ഇവിടെ 3 കാർബൺ ഉള്ള ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ അവിടെ 6 കാർബൺ ഉള്ള ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. അതാ ഉൾസ്. ഉൾസിൽ സോഡിയത്തിന് പകരം സിങ്ക് ഉപയോഗിച്ചാൽ ആ റിയാക്ഷനെ വിളിക്കുന്നവരാണ് ഫ്രാങ്ക്ലാൻഡ്. ഇനി ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്നത് കോറി ഹൗസ് സിന്തസിസ്. അതും പറഞ്ഞു തന്നിട്ടുണ്ട് ആൽക്കൈൽ ഹാലൈഡ് കോറി ഹൗസ്. ഇനി കാർബോക്സിലിക് ആസിഡ് എന്നുള്ള പ്രിപ്പറേഷൻ ആണ് കോൾസും ഡീകാർബോസിലേഷൻ. അത്
ഈ ബോർഡിൽ എഴുതി ഇനി ഈ സമയം കളയണോ ഞാൻ? വേണ്ട സർ. വേണ്ട സാർ വേണ്ട. അത് ആൽക്കൈന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചതും കൂടെ വെച്ചൊന്ന് നോക്കിയാൽ മതി, അതായിരിക്കും നല്ലത്. നീ പറഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും ആദ്യം തൊട്ടേ പറയേണ്ടി വരും. എന്തോ? വേണ്ട സർ വേണ്ട. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയേക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ പഠിപ്പിച്ച പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആൽക്കൈന്റെ പ്രിപ്പറേഷന്റെ റൂട്ടുകൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പേരന്റ് കോമ്പൗണ്ട് ഒന്ന് ആൽക്കൈൽ ഹാലൈഡ്. നിങ്ങൾക്ക് ആൽക്കൈൻ എവിടെ നിന്നൊക്കെ കിട്ടും എന്നാ ഒരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒന്ന് ആൽക്കൈൽ ഹാലൈഡ്, 2 കാർബോക്സിലിക് ആസിഡ്, 3 ആൽക്കീനും ആൽക്കൈനും, പിന്നെ അലൂമിനിയം കാർബൈഡ്, ബെർലിൻ കാർബൈഡ്, അത് 2 മീഥൈൻ ആക്കാം, CH4 ആക്കാം. പിന്നെ നിങ്ങൾക്ക് ഉള്ളത് ആൽഡിഹൈഡ്, ആൽക്കഹോൾ, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഇത്രയും പേരെയാണ് എനിക്ക് ആൽക്കൈൻ ആക്കാൻ പറ്റുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇത്രയും പേരെ എനിക്ക് ആൽക്കൈൻ ആക്കാൻ പറ്റും എന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. അതിനകത്ത് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, വുൾസ്, ഫ്രാങ്ക്ലാൻഡ്, കോറി ഹൗസ് റിഡക്ഷൻ. വുൾസ്, ഫ്രാങ്ക്ലാൻഡ്, കോറി ഹൗസ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്. വുൾസ്, ഫ്രാങ്ക്ലാൻഡ്, കോറി ഹൗസ്, പിന്നെ റിഡക്ഷൻ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ പ്രൈമറി സെക്കൻഡറി പറ്റത്തുള്ളൂ. സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഉപയോഗിക്കുന്നെങ്കിൽ ടെർഷ്യറി കിട്ടത്തുള്ളൂ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് ടെർഷ്യറി തന്നാൽ ആൽക്കീൻ ആയിരിക്കും പ്രോഡക്റ്റ്. ശ്രദ്ധിച്ചോ, ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ട് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്, ആൽക്കീനെ എഴുതാവൂ പ്രോഡക്റ്റ് ആയിട്ട്. ആൽക്കൈൽ ഹാലൈഡ് റിഡക്ഷൻ തരുവാണ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ് എങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റ് ആൽക്കീനാണ്. ടെറിഷറിയും സെക്കൻഡറി റിഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഉപയോഗിക്കാം. ഇനി എല്ലാത്തിനെയും റിഡക്ഷൻ നടത്താൻ ട്രൈഫിനൈൽസ് ഞാൻ പറഞ്ഞിട്ട് ഹൈഡ്രൈഡ് ഉപയോഗിക്കാം, അതാണ് ആൽക്കൈൽ. പിന്നെ കോൾസും ഡീകാർബോസിലേഷൻ ആണ് കാർബോക്സിലിക് ആസിഡ്. പിന്നെ ആൽഡിഹൈഡും കീറ്റോണിന്റെ 2 മെത്തേഡ്, ക്ലമൻസൺ, പോൾ കിഷ്ണർ, പിന്നെ ഹൈഡ്രജൻ അയൺ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഇത്രയും മെത്തേഡ് നിങ്ങൾ നോക്കുക. കിട്ടിയതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പറയണമെങ്കിൽ നോട്ട് ഞാൻ അയച്ചു തരുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ റൂട്ട് ഒന്ന് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ആൽക്കൈന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ജസ്റ്റ് നോക്കുക. ആൽക്കൈന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് പറയുന്നത്. ആൽക്കൈന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആൽക്കൈൻ ബോൾ, അതായത് ആൽക്കൈൻ മോളിക്കൂളിന്റെ ഇടയ്ക്ക് വാണ്ടർവാൾ ഫോഴ്സേ ഉള്ളൂ. ആൽക്കൈൻ ഫോഴ്സ് എന്ന് പറയുന്ന വാണ്ടർവാൾ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 4 പേര് ഗ്യാസ് ആണ്. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് കേട്ടൻ എഴുതിയാൽ മതി. ആദ്യത്തെ 4 പേര് ഗ്യാസ് ആണ്. അതിന്റെ മുകളിലോട്ട് 5 മുതൽ 17 വരെ ലിക്വിഡ് ആണ്. അത് കഴിഞ്ഞിട്ട് സോളിഡ് ആണ്. 298 കെൽവിനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. എല്ലാം പറഞ്ഞു പോകുന്നുള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്, ആൽക്കൈന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യത്തെ 4 മെമ്പേഴ്സ് ഗ്യാസ് ആണ്. ബിക്കോസ് ഇടയ്ക്കുള്ള ഫോഴ്സ് വാണ്ടർവാൾ ഫോഴ്സ്, വെറും ലണ്ടൻ ഫോഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് 4 മെമ്പേഴ്സ് ഗ്യാസ്. അടുത്ത 4 മുതൽ, അതായത് 5 മുതൽ 17 വരെ കാർബണുള്ള ആൾക്കാര് ലിക്വിഡ് ആണ്. അത് കഴിഞ്ഞിട്ട് 18 അബോവ് സോൾഡ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. 298 കെൽവിനിലെ കാര്യമാണ് പറയുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് വെറും വാണ്ടർവാൾ ഫോഴ്സ് ആണ്. വാണ്ടർവാൾ ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് ചെയിൻ ലെങ്ത്. അപ്പൊ സ്റ്റേറ്റ് ചോദിച്ചാൽ അറിയാം, ആദ്യത്തെ 4 പേര് ഗ്യാസും, അടുത്ത 5 മുതൽ 17 വരെ, അടുത്ത 5 മുതൽ 17 വരെ ലിക്വിഡും, അത് കഴിഞ്ഞാൽ സോളിഡുമാണ് ആൽക്കൈൻ. ഇടയ്ക്കുള്ള കാര്യം, ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൽക്കൈൻ മോളിക്കൂളിന്റെ ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് വെറും വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. അതാണ് അതിന് കാരണം. അടുത്തത് നമുക്കറിയാം കളർ. ഓൾ ആൽക്കൈൻസ് ആർ കളർലെസ്, ഓർഡർലെസ്. എല്ലാ ആൽക്കൈൻസും കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. സ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ കളറാണ്. കളർ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം all alkanes are colorless, odorless. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത സോളിബിലിറ്റി ആണ്. നിങ്ങൾക്കറിയാം കോവാലന്റ് ബോണ്ടാണ്. സോ ഓർഗാനിക് സോൾവെന്റിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡിസോൾവ് ആകത്തുള്ളൂ. സോളിബിലിറ്റി. പിന്നെ ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ചെയിൻ ലെങ്ത്. കാരണം എന്താ, ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് വാണ്ടർവാൾ ഫോഴ്സ് ആയതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കെയിൻസ് ഇൻക്രീസസ് വിത്ത് ചെയിൻ ലെങ്ത്. അതായത് ഒരു ഹോമോലോഗിൽ നിന്ന് അടുത്ത മീൻസ് CH2 വ്യത്യാസം വരുമ്പോൾ CH4, പിന്നെ അത് C2H
6 ആവുമ്പോഴത്തേക്ക് മീതെയിൻ ഈതെയിൻ ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈതെയിൻ പ്രൊപ്പൈൻ ആവുമ്പോഴത്തേക്ക് ഏതാണ്ട് 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസം വരാം. ഓരോ CH2ന്റെ ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റിൽ ഡിഫറൻസ് ഉണ്ടാക്കും. അതായത് ചെയിന്റെ ലെന്ത് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. ആൽക്കെയിൻസിന് ഓരോ CH2 മെമ്പർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ചെയിൻ ലെന്ത്. പക്ഷെ ഒരു പ്രശ്നം, ഇപ്പൊ ഈവൻ നമ്പറും ഓഡ് നമ്പറും വരുമ്പോൾ കറസ്പോണ്ടിങ് ഈവൻ നമ്പറിനേക്കാൾ തൊട്ടടുത്ത ഓഡ് നമ്പറിന് ഇപ്പൊ 2നേക്കാൾ 3ന് ഭയങ്കര മെൽറ്റിംഗ് പോയിന്റ് ആയി. 3ന് 4 കമ്പയർ ചെയ്യുമ്പോൾ 5ന് മെൽറ്റിംഗ് പോയിന്റ് നോർമൽ ഓർഡർ അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഓഡ് നമ്പർ ഓഫ് കാർബൺ ഉള്ള ആൽക്കൈന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് അതായത് ഇവൻ നമ്പർ കാർബൺ ഓഡ് തൊട്ടടുത്ത് ഇവൻ നമ്പർ അടുത്തത് ഓഡ് നമ്പർ 2, 3, 4, 5 അങ്ങനെ വരുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് 4ആയിട്ട് കമ്പയർ 5ന് ഭയങ്കര കൂടുതൽ. അതിന് കാരണം ഒന്നുമില്ല, ഈ ഓഡ് നമ്പർ വരുമ്പോഴത്തേക്ക് ക്രിസ്റ്റലിന് ഫിറ്റ് ആയിരിക്കും. അതിന്റെ 6 പാറ്റേൺ വരയ്ക്കും. 1, 2, 3, 4, 5 കണ്ടോ? 1, 2, 3 നോക്കി അതിന്റെ ക്രിസ്റ്റലിൽ അത് ഫിറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഓക്കെ, ദാറ്റ് ഈസ് ദ റീസൺ. അതാണ് അതിന്റെ റീസൺ പറയുന്നത്. ഓക്കെ, ആൾട്ടർനേഷൻ എഫക്ട് എന്ന് പറയുന്നത് ഈ എഫക്റ്റിനെ വിളിക്കുന്നവരാ ആൾട്ടർനേഷൻ എഫക്ട്. ആ മെൽറ്റിംഗ് പോയിന്റിലുള്ള ആ ഓഡ് നമ്പർ ഈവൻ നമ്പർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓഡ് നമ്പർ ഓഫ് കാർബൺ ഉള്ള ആൽക്കൈന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ദിസ് ഈസ് കാൾഡ് ആൾട്ടർനേഷൻ എഫക്ട്. അത് ക്രിസ്റ്റലിൽ ഫിറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ദിസ് എഫക്ട് ഈസ് കാൾഡ് ആൾട്ടർനേഷൻ എഫക്ട്. ഈവൻ നമ്പർ ഓഫ് കാർബൺ അല്ലേ സർ? ഈവൻ നമ്പർ ഓഫ് കാർബൺ അല്ലേ മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ? അല്ല, ഓഡ് നമ്പറല്ലേ ഫിറ്റ് ആവുന്നത്. സാർ ക്ലാസ്സിൽ ഈവൻ നമ്പർ പറഞ്ഞിരുന്നു. സോറി ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ. അങ്ങനെ ഈവൻ നമ്പർ ഫിറ്റ് ആവുന്നത് ക്രിസ്റ്റലിൽ ഫിറ്റ് ആവുന്ന ഈവൻ നമ്പർ ആട്ടോ. അല്ല, ഓഡ് നമ്പർ വരച്ച് നോക്കി. 1, 2, 3 1, 2, 3 1, 2, 3 4 ഇവൻ നമ്പർ അല്ല, ഓഡ് നമ്പറിന് കൂടുതൽ. ഓഡ് നമ്പറിന് കൂടുതൽ, ഇവൻ നമ്പറിന് കുറവ്. ഓക്കെ, ദിസ് എഫക്ട് ഈസ് കാൾഡ് ആൾട്ടർനേഷൻ എഫക്ട്. ആ എഫക്റ്റിനെ പറയുന്ന പേരെന്താ? ആൾട്ടർനേഷൻ എഫക്ട്. ഇപ്പൊ ഞാൻ ആൾട്ടർനേഷൻ എഫക്ട് പറഞ്ഞു, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് പറഞ്ഞു, സോളിബിലിറ്റി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഐസോമർ വരുമ്പോൾ ബ്രാഞ്ച് വരുമ്പോഴത്തേക്ക് വാണ്ടർ വാൾ ഫോഴ്സ് കുറയും. അപ്പം ഒരേ മോളാർ മാസ് ഉള്ള അല്ലെങ്കിൽ ഒരേ മോളിക്കുലർ ഫോർമുലയുള്ള കോമ്പൗണ്ടിൽ ബ്രാഞ്ചിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് കുറയും. കാരണം വാണ്ടർ വാൾ ഫോഴ്സിന്റെ എഫക്ട് കുറയും. ബ്രാഞ്ചിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് വാണ്ടർ വാൾ ഫോഴ്സ് ആണെങ്കിൽ ബ്രാഞ്ചിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുറയും. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫിസിക്കൽ പ്രോപ്പർട്ടി. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞിട്ട് C1 to C4 ഗ്യാസ്, 5 മുതൽ 17 വരെ ലിക്വിഡ്, അത് കഴിഞ്ഞിട്ട് സോളിഡ്. കാരണം ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് വാണ്ടർ വാൾ ഫോഴ്സ്. പിന്നെ സോളിബിലിറ്റി, ഓർഗാനിക് സോൾവെന്റിൽ ഡിസോൾവ് ആവും. കളർലെസ്, ഓർലെസ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ശ്രദ്ധിക്കേണ്ട ആൾട്ടർനേഷൻ എഫക്ട്. ഓഡ് നമ്പറിന് കൂടുതൽ ഈവൻ നമ്പർ. ബിക്കോസ് ഓഫ് എന്താ പറയുന്നത്, ഈ ക്രിസ്റ്റലിൽ ഫിറ്റ് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കലിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാനുള്ളത്. ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഒന്നുകൂടെ ഓർക്കുക. ആൽക്കൈന്റെ റൂട്ട് തീരാണ്. പ്രിപ്പറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാനുള്ളത്. ആൽക്കൈൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പറയുമ്പോൾ ആൽക്കൈന്റെ പേര് പാരഫിൻസ് എന്നൂടെ അറിയപ്പെടുന്നത്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് പാരഫിൻസ്? ബിക്കോസ് ദേ ആർ കെമിക്കലി ഇനർട്ട്. ആ കെമിക്കലി ഇനർട്ട് ആയിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് പാരഫിൻസ്. സാച്ചുറേറ്റഡ് ആണ്, അവർക്ക് വേറെ ആളുമായിട്ട് പങ്കെടുക്കാൻ താല്പര്യമില്ല. സോ ദേ ആർ നോൺ ആസ് പാരഫിൻസ്. ലിറ്റിൽ അഫിനിറ്റി. അവർ കെമിക്കലി ഇനർട്ട് ആണെന്ന് പറയും. പക്ഷെ അണ്ടർ കണ്ടീഷൻ അവർ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ റിയാക്ഷൻ ആണെന്ന് നോക്കിക്കൊള്ളുക. ആൽക്കൈൻ പങ്കെടുക്കുന്ന റിയാക്ഷൻസ്. സോ പെട്ടെന്ന് തന്നെ അടുത്ത മീറ്റിംഗിന് കയറണം. ഓഫ് ആകുമ്പോൾ അടുത്ത മീറ്റിംഗിൽ വളരെ പെട്ടെന്ന് ടക്കെന്ന് കയറുക. നമുക്ക് സമയം വളരെ കുറവാണ്. ആൽക്കൈൻ തീർക്കണം. ഹാലോ ആൽക്കൈൻസ് തീർക്കണം. ആൽക്കഹോൾ, ഫിനോൾ, ഇത് ഇത്രയും ഇന്ന് നാളെ ആയിട്ട് തീർക്കാറുണ്ട്. റൂട്ട് ആൽക്കൈനെ ഉള്ള ചുരുങ്ങിയിട്ട് റൂട്ട് വരുന്നത് ശ്രദ്ധിക്കുക. റൂട്ട് പറയുമ്പം എല്ലാവരും ഒന്ന് ഒരു നിമിഷം ശ്രദ്ധിക്കുക. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ അറിയാമോ എല്ലാവർക്കും? അറിയാം.
ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ഓ ക്ലിയർ ആണ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടി പറയും. കെമിക്കൽ പ്രോപ്പർട്ടി കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആൽക്കൈന്റെ റൂട്ട് അങ്ങ് അയച്ചു തരും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് റൂട്ട് ഒന്ന് വരച്ചിട്ടേക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇപ്പൊ മീറ്റിംഗ് നമുക്കിപ്പം തീരുവാണെങ്കിൽ അടുത്ത മീറ്റിംഗ് ലിങ്ക് ഉടനെ വരും. പെട്ടെന്ന് ടക്കെന്ന് കേൾക്കോളൂ. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ ആണ് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. ഞാൻ പറഞ്ഞു ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ആൽക്കൈൻ അൺസാച്ചുറേറ്റ് ആണ്, ഓൾറെഡി നോൺ ആസ് പാരഫിൻസും കെമിക്കലി ഇനാക്ട് എന്നുള്ള അഭിപ്രായമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമ്മളിനി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആൽക്കൈൻസ് പങ്കെടുക്കുന്ന റിയാക്ഷൻ, ഞാൻ ആദ്യമേ ആൽക്കൈൻ റിയാക്ഷൻ റൂട്ടായിട്ട് അങ്ങ് എഴുതാം. അപ്പം ജസ്റ്റ് നോട്ടോ, ആൽക്കൈൻ ഒന്നാമത്തെ റിയാക്ഷൻ നിങ്ങൾക്കറിയാം, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഹാലോജനേഷൻ. നിങ്ങൾ കേൾക്കാത്ത റിയാക്ഷൻ നൈട്രേഷൻ, സൾഫോണേഷൻ. ആൽക്കൈന്റെ റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഹാലജനേഷൻ, നൈട്രേഷന്റെ കൂടെ തന്നെ എഴുതിക്കൊള്ളുക. നിങ്ങൾ നോട്ടുണ്ടെങ്കിൽ അത് എഴുതിക്കൊള്ളുക ജസ്റ്റ്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് ബോർഡിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ. ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആണ് ഹാലജനേഷൻ, ദെൻ നൈട്രേഷൻ, ദെൻ സൾഫോണേഷൻ. then നിങ്ങൾക്കറിയാം ആൽക്കൈന്റെ ഓക്സിഡേഷൻ. അതിനകത്ത് ഓക്സിഡൈസിങ് ഏജന്റ് മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് മാറും. ഓക്സിഡേഷനകത്ത് കൺട്രോൾഡ് ഓക്സിഡേഷൻ, ഓക്സിഡേഷന്റെ ഓക്സിഡൈസിങ് ഏജന്റ് മാറുന്നതിനനുസരിച്ച് ആൽക്കൈൻ തരുന്ന പ്രോഡക്റ്റിന് മാറ്റം വരും. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. അടുത്തത് ആൽക്കൈന്റെ അടുത്ത റിയാക്ഷൻ നിങ്ങൾക്കറിയാം കമ്പസ്റ്റ്യൻ ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷൻ ആണ് കമ്പസ്റ്റ്യൻ റിയാക്ഷൻ. ആൽക്കൈന്റെ അടുത്ത റിയാക്ഷൻ കമ്പസ്റ്റ്യൻ റിയാക്ഷൻ. then അത് കഴിഞ്ഞിട്ട് ആക്ഷൻ വിത്ത് സ്റ്റീം, സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ, ആക്ഷൻ വിത്ത് സ്റ്റീം. ആൽക്കൈന്റെ റിയാക്ഷനിൽ അടുത്തത് ആക്ഷൻ വിത്ത് സ്റ്റീം. ആൽക്കൈന്റെ അടുത്ത റിയാക്ഷൻ ഐസോമറൈസേഷൻ ആണ്. അടുത്തത് ആരോമാറ്റൈസേഷൻ ആണ്. ഞാൻ പറയുമ്പോൾ കേൾക്കുക. അടുത്ത റിയാക്ഷൻ ആരോമാറ്റൈസേഷൻ ആണ്. then ഡീഹൈഡ്രേഷൻ. ആരോമാറ്റേഷന്റെ കൂടെ തന്നെ വരുന്നതാണ് ഡീഹൈഡ്രേഷൻ. ആരോമാറ്റൈസേഷന്റെ കൂടെ തന്നെ വരുന്ന റിയാക്ഷൻ ആണ് ഡീഹൈഡ്രേഷൻ. അത് സെപ്പറേറ്റ് എഴുതണമെന്നില്ല. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആരോമാറ്റൈ അതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. പിന്നെ ഒരു റിയാക്ഷൻ ആണ് ആൽക്കൈലേഷൻ. ആൽക്കൈലേഷൻ റിയാക്ഷൻ, ആൽക്കൈലേഷൻ അത് ശ്രദ്ധിച്ചോണം. ആൽക്കൈലേഷൻ റിയാക്ഷൻ. ലാസ്റ്റ് വൺ ഈസ് ക്രാക്കിംഗ് ഓർ പൈറോളിസിസ്. ഇത്രയുമാണ് ഇതിന്റെ റിയാക്ഷൻസ്. അപ്പൊ നമ്മൾ വേർഡ് റൂട്ട് എഴുതുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കാൻ എങ്ങനെയാണ്. ആൽക്കൈൽ ഹാലൈഡ് ഇവിടെ എഴുതും. ദെൻ കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ, പിന്നെ ഗ്ലിറ്റ്നാൾ. ഇത്രയാണ് പാരന്റ് കോമ്പൗണ്ട്. ഈ പാരന്റ് കോമ്പൗണ്ട് ആൽക്കൈൻ ആക്കി കഴിഞ്ഞാൽ ആൽക്കൈനെ ഇങ്ങനെ ഇത്രയും പ്രോഡക്റ്റ് ആക്കി മാറ്റാം. ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് എഴുതി തരുന്നത്. ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ റൂട്ട് എഴുതി നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അതിനകത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ എഴുതുകയും ചെയ്യും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് റിയാക്ഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ള പൈറോളിസിസ്, ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഓക്സിഡേഷൻ, കമ്പസ്റ്റൻ, ആക്ഷൻ വിത്ത് സ്റ്റീം, ഐസോമറൈസേഷൻ, ആരോമാറ്റൈസേഷൻ, ഡീഹൈഡ്രോജനേഷൻ, ആൽക്കൈലേഷൻ. ഇതൊക്കെയാണ് എന്തിന്റെ ആൽക്കൈന്റെ റിയാക്ഷൻസ്. ആൽക്കൈന്റെ റിയാക്ഷൻസ് ആൽക്കൈലേഷൻ, ഡീഹൈഡ്രോജനേഷൻ, പൈറോളിസിസ്, ഐസോമറൈസേഷൻ, ആരോമാറ്റൈസേഷൻ, ഓക്സിഡേഷൻ. ഇത് നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ ഇത് ക്ലാസ് കഴിഞ്ഞ ഉടനെ ആൽക്കൈൻ, ഈ ആൽക്കൈൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ, അല്ലാതെ നിങ്ങൾ വാരി പിടിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുക, എന്റെ കയ്യിൽ മനസ്സിലുണ്ടോ നോക്കുക. ഒന്ന് ഹാലജനേഷൻ, ഞാൻ പറയുക. ഒന്ന് ഹാലജനേഷൻ, രണ്ട് നൈട്രേഷൻ. ഈ ഹാലജനേഷനകത്ത് ശ്രദ്ധിക്കാനുള്ള എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? രണ്ട് ഹൈഡ്രജനേഷനകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ള, നൈട്രേഷനകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ള പോയിന്റ് ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. ആരെയും പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഞാനൊന്ന് പറയാം. ഹാലജനേഷൻ,
നിങ്ങൾക്കറിയാം ഒരു ഹൈഡ്രോ കാർബൺ തന്നാൽ ഹാലജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ അൾട്രാവയലറ്റ് ലൈറ്റ് പ്രസൻസ്. ഈ റിയാക്ഷൻ ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ആണ്. ഇതിൽ ടെർഷറി ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പം, പിന്നെ സെക്കൻഡറി ഹൈഡ്രജൻ, പിന്നെ പ്രൈമറി ഹൈഡ്രജൻ. റീപ്ലേസ് ചെയ്യാൻ എളുപ്പമുള്ള ഹൈഡ്രജൻ ടെർഷറി, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. ക്ലോറിനേഷൻ ഭയങ്കര സ്പീഡ്, ദെൻ ക്ലോറിനേഷൻ, ദെൻ ബ്രോമിനേഷൻ. അയഡിനേഷൻ സ്ലോ ആണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി ഇത് രണ്ടും ഒരേ ടൈപ്പാണ്. ഇവിടുന്ന് കൊടുത്താൽ 1, 2, 3 എന്ന് കൊടുക്കാം, ഇവിടുന്ന് കൊടുത്താൽ 1, 2, 3 എന്ന് കൊടുക്കാം. അപ്പൊ ഇത് രണ്ടും ഒരേ ടൈപ്പ് കാർബണാണ്. അതായത് ഈ മൂന്ന് ഹൈഡ്രജനും ഒരുപോലെയുള്ളതാണ്. ഇത് വേറെ ഹൈഡ്രജനാണ്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, 1 ഫ്ലോറോ പ്രോഡക്റ്റും കിട്ടും, 2 ഫ്ലോറോ പ്രോഡക്റ്റും കിട്ടും. അപ്പൊ ഇവിടെ മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ഹാലജനേഷൻ നടത്തിയാൽ ഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ മിക്സർ ഓഫ് പ്രോഡക്റ്റ്. ആൽക്കൈനെ ഹാലജനേഷൻ നടത്തിയാൽ നമുക്ക് മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ഇവരെല്ലാം ഐസോമറുകളാണ്. ഇവരെല്ലാം പ്രോപ്പർട്ടി ഒരുപോലെ ആയതുകൊണ്ട് സെപ്പറേഷൻ ബുദ്ധിമുട്ടുമാണ്. മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ആ മിക്സർ ഓഫ് പ്രോഡക്റ്റിന്റെ എല്ലാം പ്രോപ്പർട്ടി സെയിം ആയതുകൊണ്ട് ഇവരുടെ സെപ്പറേഷൻ ബുദ്ധിമുട്ടുമാണ്. അപ്പൊ ആൽക്കൈനെ ഹാലജനേഷൻ നടത്തുന്നു. അപ്പൊ ഹാലജനേഷൻ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്നേ, മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ഈ മിക്സർ ഓഫ് പ്രോഡക്റ്റിന്റെ സെപ്പറേഷൻ പാടാണ്, കാരണം ഇവരുള്ള ഐസോമർ ആയതുകൊണ്ട് പാടാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് നടക്കുന്ന ടെർഷറി ഹൈഡ്രജൻ എന്നാണ് പറഞ്ഞത്. ടെർഷറി ഹൈഡ്രജൻ, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. ഇതേ ഉള്ളൂ ഹാലജനേഷനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഹാലജനേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, CH4 ഹാലജനേഷൻ നടത്തും. ഒറ്റ ടൈപ്പ് ഹൈഡ്രജനെ ഉള്ളതുകൊണ്ട് അത് മോണോ പ്രോഡക്റ്റ് തരത്തുള്ളൂ. അതുപോലെ തന്നെ മോണോ പ്രോഡക്റ്റ് തരുന്ന ഒരാളാണ് ഈതൈൻ. ഇതിനകത്ത് ഒറ്റ ടൈപ്പ് ഹൈഡ്രജനെ ഉള്ളൂ, ഇത് ഒരേപോലെ ഉള്ളൂ. അപ്പൊ അവർക്കൊക്കെ മോണോ പ്രോഡക്റ്റ് തരത്തുള്ളൂ. പിന്നെ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോഴാണ് ഇനി ഒരു ഹൈഡ്രജനോട് പോയിട്ട് അങ്ങനെ കിട്ടാൻ സാധ്യത. അപ്പൊ ഇവർ രണ്ടുപേർക്ക് ഒരു ടൈപ്പ് ഹൈഡ്രജനെ ഉള്ളതുകൊണ്ട് മോണോ പ്രോഡക്റ്റ് ഉള്ളതെന്ന് പറയും. ഇനി വേറെ ഏത് ആൽക്കൈൻ എടുത്താലും 3 കാർബൺ തൊട്ട് എത്ര കാർബൺ വരെ ഉള്ള ആൽക്കൈൻ എടുത്താലും ശരി, മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ആ മിക്സർ ഓഫ് പ്രോഡക്റ്റിന്റെ സെപ്പറേഷൻ പാടാണ്. അതുകൊണ്ട് ഈ റിയാക്ഷൻ കംഫർട്ടബിൾ അല്ല ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത്. ദിസ് ഈസ് കാൾഡ് ഹാലജനേഷൻ റിയാക്ഷൻ. ഹാലജനേഷനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ടെർഷറി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. റിയാക്ഷന്റെ സ്പീഡ് ചോദിച്ചാൽ ഈ മെക്കാനിസം ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ആണ്. മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ഇപ്പൊ ചോദിച്ചോ 1, 2, 3, 4 ഇവിടെ ഉള്ളത്. അപ്പൊ CH3, CH2, CH3, CH3. അപ്പൊ ഇതും സെയിം ആണ്. ഇതെല്ലാം വ്യത്യാസം വരും. അപ്പൊ 1, 2, 3, 4 പ്രോഡക്റ്റ് വരും. 1, 2, 3, 4 പ്രോഡക്റ്റ് ഇവിടെ കിട്ടും. ശ്രദ്ധിച്ചാൽ മതി. അപ്പം എത്ര കാർബൺ സെയിം ഉണ്ടോ ഡിഫറെന്റ് ആണോ എന്ന് നോക്കുക. നമ്പർ കൊടുത്ത് നോക്കിയാൽ ഇവിടുന്ന് നമ്പർ 1, 2, 3, 4 ഇവിടുന്ന് വേണമെങ്കിൽ നമ്പർ നോക്കിയാൽ അത്രേ ഉള്ളൂ. നമ്പർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടുന്ന് ഒന്നാവാം. അപ്പൊ എത്ര പ്രോഡക്റ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൽക്കൈൻ ഹാലജനേഷൻ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതേ ഉള്ളൂ. ഹാലജനേഷൻ നടത്തുക. അങ്ങനെ ഹാലജനേഷൻ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ഹാലജനേഷൻ. ഇനി അടുത്ത ഹാലജനേഷൻ 1. രണ്ടാമത്തത് കെമിക്കൽ പ്രോപ്പർട്ടി നൈട്രേഷൻ ആണ്. നൈട്രേഷൻ നടത്തണമെങ്കിൽ, നോർമൽ ആയിട്ട് നൈട്രേഷൻ നടത്തണമെങ്കിൽ, അതായത് ലിക്വിഡ് ഫേസ് നൈട്രേഷൻ നടത്തണമെങ്കിൽ മിനിമം 6 കാർബൺ ഉള്ള ആൽക്കൈൻ വേണം. മിനിമം 6 കാർബൺ ഉള്ള, ശ്രദ്ധിക്കുക, മിനിമം 6 കാർബണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ മിനിമം 6 എന്ന് പറയുമ്പോൾ 6 or more കാർബൺ. ആൽക്കൈൻ വിത്ത് 6 or more കാർബൺ can be nitrated with fuming nitric acid. Fuming nitric acid. ലിക്വിഡ് ഫേസ് നൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 6 കാർബണോ അതിൽ കൂടുതലോ കാർബൺ ഉള്ള ആൽക്കൈനെ നമുക്ക് ലിക്വിഡ് ഫേസ് നൈട്രേഷൻ നടത്താം. അങ്ങനെ നൈട്രേഷൻ നടത്തുമ്പോഴത്തേക്ക് ഇതേ സംഭവമൊന്നുമില്ല.
പ്രോഡക്റ്റ്. ഓക്കെ, ഹൈഡ്രജൻ മാറി നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഇവിടുത്തെ എച്ച് വാട്ടർ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഒന്നും ശ്രദ്ധിക്കാനില്ല. ലിക്വിഡ് ഫേസ് നൈട്രേഷൻ നടത്തണമെങ്കിൽ ഫ്യൂമിക് നൈട്രിക് ആസിഡില് നൈട്രേഷൻ നടക്കണമെങ്കിൽ ആൽക്കൈനകത്ത് 6 കാർബണോ അതിൽ കൂടുതലോ വേണം. അപ്പൊ അങ്ങനെ നൈട്രേഷൻ നടത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലിക്വിഡ് ഫേസ് നൈട്രേഷൻ നടക്കത്തുള്ളൂ. ഇനി അതിൽ കുറവാണെങ്കിൽ നമുക്ക് നടത്താം. ഇപ്പൊ 3 കാർബൺ ഉള്ള C3H8 നമുക്ക് നടത്താം. പക്ഷെ അത് വേപ്പർ ഫേസ് നൈട്രേഷനെ പറ്റത്തുള്ളൂ, ലിക്വിഡ് ഫേസ് പറ്റത്തില്ല. 6 കാർബണിൽ കുറവാണെങ്കിൽ വേപ്പർ ഫേസ് നൈട്രേഷനെ പറ്റത്തുള്ളൂ. 6 കാർബണിൽ കുറവുള്ള ആൽക്കൈൻ ആണെങ്കിൽ നമുക്ക് വേപ്പർ ഫേസ് നൈട്രേഷനെ പറ്റത്തുള്ളൂ. അതിന് ഹൈഡ്രോ കാർബണിന്റെയും സ്റ്റീം ആയിരിക്കണം, നൈട്രിക് ആസിഡിന്റെ സ്റ്റീം ആയിരിക്കണം. അത് എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ സീൽഡ് ട്യൂബിലൂടെ പാസ് ചെയ്യണം. എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ സീൽഡ് ട്യൂബിലൂടെ പാസ് ചെയ്യണം. ഇതിന് രണ്ടിന്റെയും വേപ്പർ ഫേസ് മിക്സർ ഞാൻ പറഞ്ഞു 6 കാർബണിൽ കുറഞ്ഞ ആൽക്കൈന്റെയും നൈട്രിക് ആസിഡിന്റെയും കൂടെ വേപ്പർ ഫേസ് മിക്സർ സീൽഡ് ട്യൂബിലൂടെ പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ CC ബോണ്ടിന് ക്ലീവേജ് ഉണ്ടാവാം. അവിടെ പ്രശ്നം, ആ ബോണ്ടിന് CC ബോണ്ടിന് ക്ലീവേജ് ഉണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ നോക്കിയ ബോണ്ട് ക്ലീവ് ചെയ്തുള്ള പ്രോഡക്റ്റും തരാം. അപ്പൊ CC ബോണ്ടിന് ക്ലീവേജ് ഉണ്ടാവാം, അതാണ് പ്രശ്നം. അപ്പൊ ഈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാ, സോറി ഞാൻ C3H7NO2 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ വേപ്പർ ഫേസ് ആണെങ്കിൽ അവിടെ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് 2 പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇവിടെ 3 കാർബൺ ഉണ്ട്, കണ്ടോ? ഇങ്ങനെ 2 പ്രോഡക്റ്റ്. ശ്രദ്ധിച്ചോ, വേപ്പർ ഫേസിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോമ്പൗണ്ട് അല്ല കിട്ടുന്നത്. അവിടെ CC ബോണ്ടിന് ക്ലീവ് സംഭവിച്ചിട്ട് കണ്ടോ? അപ്പൊ 2 ഉള്ള നൈട്രോ കോമ്പൗണ്ട് പ്ലസ് 1 ഉള്ള നൈട്രോ കോമ്പൗണ്ട്, അങ്ങനെ 2 പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ വേപ്പർ ഫേസ് നൈട്രേഷൻ വിത്ത് 6 കാർബൺ ലെസ് ഉള്ള ഹൈഡ്രോ കാർബണിനെയാണ് ആൽക്കൈനെയാണ് നൈട്രേഷൻ നടത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് സംഭവിക്കാം? വേപ്പർ ഫേസ് കോമ്പോസിഷന് വേപ്പർ ഫേസ് നൈട്രേഷനെ പറ്റത്തുള്ളൂ. അങ്ങനെ വേപ്പർ ഫേസ് നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് CC ബോണ്ടിന് ക്ലീവേജ് ഉണ്ടാവും. CC ബോണ്ടിന് ക്ലീവേജ് ഉണ്ടായി മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. 6 കാർബൺ ആണെങ്കിൽ ഡയറക്റ്റ് നൈട്രേഷൻ നടത്തും. 6 കുറവാണെങ്കിൽ വേപ്പർ ഫേസ് നൈട്രേഷനെ പറ്റത്തുള്ളൂ. വേപ്പർ ഫേസ് നൈട്രേഷൻ നടത്താൻ CC ബോണ്ടിന് ക്ലീവേജ് ഉണ്ടാവും. CC ബോണ്ട് ക്ലീവ് ആവും. ഇനി ഞാനിപ്പോ പറഞ്ഞ വേപ്പർ ഫേസ് കോമ്പോസിഷൻ, വേപ്പർ ഫേസ് നൈട്രേഷൻ. അപ്പൊ അവിടെ CC ബോണ്ടിന് ക്ലീവേജ് ഉണ്ടാവാം. ഇങ്ങനെ എഴുതിയാൽ ആൻസർ ആണ് കേട്ടോ. വേപ്പർ ഫേസ് കോമ്പോസിഷനകത്ത് ഇത് എഴുതിയാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ C2H6 ആണ്. അപ്പൊ C2H6നെ C2H5NO2 എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാലും പ്രോഡക്റ്റ് ആണ്. ഇങ്ങനെ എഴുതാം, തെറ്റൊന്നും ഇല്ല, ഇത് എഴുതാം. നമ്മുടെ ആൻസർ ഇതായിരിക്കും കേട്ടോ. നമ്മുടെ എൻട്രൻസ് വരുമ്പോഴത്തേക്ക് ഇതായിരിക്കും ആൻസർ. ഇങ്ങനെയും പ്രോഡക്റ്റ് ഉണ്ടാവും. CC ബോണ്ട് ക്ലീൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവും. അടുത്തത് വേണമെങ്കിൽ ഇത് കാണിക്കാം, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. മൂന്ന് C3H7NO2 പ്ലസ് അങ്ങനെ ക്ലീവ് ചെയ്ത് എഴുതിക്കോളാം. ഓരോന്നോരോന്ന് ക്ലീവ് ചെയ്ത് എഴുതിക്കോളാം. ഇപ്പൊ നൈട്രേഷൻ ഓർത്തിരുന്നുള്ള നൈട്രേഷൻ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുന്നത്. പ്രൊപ്പൈൻ ആണ് എഴുതുന്നതെന്ന് വെച്ചാൽ പ്രൊപ്പൈൻ ഗ്യാസ് ആണെങ്കിൽ
ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എഴുതാം. ഒരു സംശയം എഴുതിക്കോ. ഇതും എഴുതാം, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എഴുതുന്ന എല്ലാം ശരിയാണ്. ഇതും എഴുതാം, ഇതും എഴുതാം. കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്രോഡക്റ്റ് എഴുതിക്കോ. ക്ലീവേജ് പ്രോഡക്റ്റ് എഴുതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് പ്രോഡക്റ്റ് എഴുതി. വേപ്പർ ഫേസ് നൈട്രേഷനകത്ത് എത്ര പ്രോഡക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ അത്രയും പ്രോഡക്റ്റ് എഴുതാം. അപ്പൊ എത്ര പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യനെ വരാൻ സാധ്യതയുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. CH3 പ്ലസ് നൈട്രിക് ആസിഡ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്രോഡക്റ്റും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എഴുതാം. പ്ലസ് ക്ലീവ് ചെയ്താൽ കിട്ടാൻ സാധ്യത ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര പ്രോഡക്റ്റ് കിട്ടാമോ അത്രയും പ്രോഡക്റ്റിനെ വേപ്പർ ഫേസ് നൈട്രേഷനകത്ത് എഴുതുക. വേപ്പർ ഫേസ് നൈട്രേഷനകത്ത് നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അത്രയും പ്രോഡക്റ്റിനെ എഴുതാം. മനസ്സിലായോ? അറിയില്ലേ? നൈട്രേഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. നൈട്രേഷൻ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ കൊടുക്കണ്ട. നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് എഴുതാമോ അത്രയും പ്രോഡക്റ്റ് എഴുതാം. അതുകൊണ്ട് ഞാൻ ഈ പ്രൊപ്പൈൻ കണ്ടില്ലേ, പ്രൊപ്പൈൻ ഡയറക്റ്റ് എഴുതി, പിന്നെ ക്ലീവേജ് എഴുതി. നൈട്രേഷൻ വേപ്പർ ഫേസ് നൈട്രേഷൻ ആണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ആൽക്കൈൻ ആണ്. ആൽക്കൈനെ നൈട്രേഷൻ നടത്തുവാണ്. അതിൽ 6 കാർബണിൽ കൂടുതലുള്ളതാണെങ്കിൽ ലിക്വിഡ് ഫേസ് നൈട്രേഷൻ നടത്താം. അപ്പൊ നിങ്ങൾ ക്ലീവേജ് എഴുതരുത്, ക്ലീവേജ് പ്രോഡക്റ്റ് എഴുതരുത്. ദയവായിട്ട് ക്ലീവേജ് പ്രോഡക്റ്റ് എഴുതരുത്. ആ ഒറ്റ പ്രോഡക്റ്റ് ഇത് എഴുതാവുള്ളൂ. അതല്ല 6 കാർബണിൽ കുറവാണെങ്കിൽ വേപ്പർ ഫേസ് നൈട്രേഷൻ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇത് എഴുതിക്കൊള്ളുക. അതിന്റെ തന്നെ അടുത്തൊരു കാറ്റഗറി എഴുതിക്കൊള്ളുക, പിന്നെ ക്ലീവേജ് എഴുതിക്കൊള്ളുക. അപ്പൊ എന്താ പറഞ്ഞ 3 കാർബണിൽ കുറവുള്ള ആൽക്കൈൻ ആണെങ്കിൽ അവിടെ സാധ്യതയുണ്ട് മിക്സർ ഓഫ് നൈട്രേഷൻ പ്രോഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 3 കാർബണിൽ കുറഞ്ഞ ആൽക്കൈൻ ആണെങ്കിൽ അവിടെ മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. അത് എത്രണ്ണം കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ 3 കാർബൺ ഉള്ളതാണെങ്കിൽ 1, 2, 3, 4 പ്രോഡക്റ്റ് കിട്ടും, നൈട്രേഷൻ പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പൊ 4 ആണെങ്കിൽ 4 അല്ല, നോക്കിയ 4 കാർബൺ ഉള്ളതിനെയാണ് നൈട്രേഷൻ നടത്തുന്നതെങ്കിൽ ഇങ്ങനൊരു പ്രോഡക്റ്റ്, ഇങ്ങനൊരു പ്രോഡക്റ്റ്, ഇങ്ങനൊരു പ്രോഡക്റ്റ്, ഇങ്ങനെ പ്രോഡക്റ്റ്, ഇങ്ങനെ പ്രോഡക്റ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ക്ലീവേജ് പ്രോഡക്റ്റ് എഴുതുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, നോർമൽ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന പ്രോഡക്റ്റ് എഴുതണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നൈട്രേഷൻ മനസ്സിലായി, ഹാലജനേഷൻ മനസ്സിലായി, നൈട്രേഷൻ മനസ്സിലായെന്ന് വിചാരിക്കും. ഹാലജനേഷനകത്ത് ഫ്രീ റാഡിക്കൽ നൈട്രേഷൻ, ലിക്വിഡ് ഫേസ് നൈട്രേഷൻ നടത്താൻ 6 കാർബണിൽ കൂടുതലേ പറ്റത്തുള്ളൂ. 6 കാർബണിൽ കുറഞ്ഞതിനെ വേപ്പർ ഫേസ് നൈട്രേഷനെ പറ്റത്തുള്ളൂ. പിന്നെ സൾഫോണേഷൻ 6 കാർബണിൽ കൂടുതലുള്ളതിന് മാത്രമേ സൾഫോണേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ആൽക്കെയിൻസ് വിത്ത് 6 or more carbon, alkanes with 6 or more carbon, heating with the sulfuric acid, fuming sulfuric acid. Fuming sulfuric acid നിങ്ങൾക്ക് അറിയാം. fuming എന്ന് പറയുന്നത് ഏതാ? പോളിയം, H2SO4 plus SO3. അപ്പൊ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ഹീറ്റ് ചെയ്യണം. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് സൾഫോണിക് ആസിഡ് ആയിട്ട് മാറും. ആൽക്കൈൻ വിത്ത് 6 or more, 6 കാർബണോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമേ സൾഫോണേഷൻ പറ്റത്തുള്ളൂ. സൾഫോണേഷൻ നടത്താൻ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പൊ സൾഫോണിക് ആസിഡ് കിട്ടും നമുക്ക്. 6 കാർബണിൽ കുറഞ്ഞതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൾഫോണേഷൻ നടത്താൻ പറ്റത്തില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ സൾഫോണേഷൻ, ഹാലജനേഷൻ, നൈട്രേഷൻ. അപ്പൊ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ നടത്താൻ പറ്റുമോ? അൺസാച്ചുറേറ്റഡിനല്ല നടത്താൻ പറ്റുന്ന ഒരു ചോദ്യം വരും. സാച്ചുറേറ്റഡിനെ പറ്റും, ഹാലജനേഷൻ നടത്താൻ പറ്റും, സൾഫോണേഷൻ നടത്താൻ പറ്റും, നൈട്രേഷൻ നടത്താൻ പറ്റും. സൾഫോണേഷൻ നടത്തണമെങ്കിൽ 6 കാർബണിൽ കൂടുതലായിരിക്കണം. സൾഫോണിക് കറസ്പോണ്ടിങ് സൾഫോണിക് ആസിഡ് ആയിട്ട് മാറും. നൈട്രേഷൻ നടത്തുമ്പോൾ 6നെ പറ്റും, 6 കുറവുള്ളതിനെ പറ്റും. കുറവുള്ളതിനെ പറ്റുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ CC ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് മിക്സർ ഓഫ് പ്രോഡക്റ്റ് തരാം. ഇത് 3 റിയാക്ഷൻ മനസ്സിലായി. അതൊക്കെയാ ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ. ആൽക്കൈന്റെ 3 റിയാക്ഷൻ ആണ് ഇപ്പം പറഞ്ഞത്.
ഇനി നമുക്കുള്ളത് ഐസോമറൈസേഷൻ റിയാക്ഷൻ. നമുക്ക് ഐസോമറൈസേഷൻ റിയാക്ഷൻ, ആൽക്കൈന്റെ ഐസോമറൈസേഷൻ റിയാക്ഷനകത്ത് 4 കാർബണോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഐസോമർ ആവത്തുള്ളൂ. ആൽക്കൈൻ 4 കാർബൺ അല്ലെങ്കിൽ അതിൽ കൂടണം. അപ്പൊ ഒന്നുമില്ല, ഇവിടുത്തെ ഏജന്റ് മാത്രം നോക്കിയാൽ ഒരു ആൽക്കൈൻ തന്നിട്ട് ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട, ഇതാണ് ഐസോമറൈസേഷൻ. നമുക്ക് ആൽക്കൈൻ വിത്ത് മോർ ദാൻ 4 ഓർ മോർ കാർബൺ ഉണ്ട്, റിയേജന്റ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ ഇതിന്റെ ഐസോമർ എഴുതിയാണ്. തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഐസോമർ എഴുതുക. അപ്പൊ 5, 6 ഒക്കെ ആണെങ്കിൽ 1, 2, 3, 4, 5. അപ്പൊ ഇത്ര ഐസോമർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അത് നിങ്ങൾ ആക്കിക്കോ, ഐസോമർ ആക്കി വെക്കോളൂ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഐസോമറൈസേഷൻ റിയാക്ഷൻ. അപ്പൊ 4 അതിൽ കൂടുതലോ ഉള്ള കാർബൺ ചെയിൻ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഐസോമർ ആയിട്ട് മാറും. മിനിമം 4 കാർബണോ അതിൽ കൂടുതലോ ഉള്ള ആൽക്കൈൻ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഐസോമർ ആയിട്ട് മാറും. അപ്പൊ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാനാ ചോദിക്കുന്നത്. ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഏത് പ്രോഡക്റ്റ് വരാമെന്ന ചോദ്യത്തിൽ നോക്ക്, കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നിരിക്കുന്നതിന്റെ ഐസോമർ ആണ് മാറും. തന്നിരിക്കുന്ന ഐസോമർ ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഐസോമറൈസേഷൻ. അപ്പൊ ആൽക്കൈന്റെ ഐസോമറൈസേഷൻ ഇത് മാത്രം ഓർത്താൽ മതി. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൽ ഹീറ്റ് ചെയ്യുമ്പോൾ മിനിമം 4 കാർബൺ ഓർ മോർ വേണം, 4 അതിൽ കൂടുതലോ വേണം. അപ്പൊ ഇവിടുത്തെ പ്രോഡക്റ്റ് ആ തന്നിരിക്കുന്നതിന്റെ ഐസോമർ എഴുതുക. തന്നിരിക്കുന്ന പാരന്റ് കോമ്പൗണ്ട് ഐസോമർ എഴുതുക. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഐസോമറൈസേഷൻ. ദെൻ ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ, ആൽക്കൈന്റെ ആരോമാറ്റൈസേഷൻ. അതിന് 6 കാർബണോ അതിൽ കൂടുതലാണെങ്കിൽ, 6 കാർബണോ അതിൽ കൂടുതലാണെങ്കിൽ തന്നിരിക്കുന്ന ആൽക്കൈനകത്ത് 6 കാർബണോ അതിൽ കൂടുതലാണെങ്കിൽ ക്രോമിക് അൺഹൈഡ്രേറ്റ് Cr2O3 in the presence of aluminum oxide, molybdenum oxide, vanadium oxide ഒക്കെ ഉപയോഗിക്കാം. അത് 720 കെൽവിന് 10 അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് റിംഗ് ആയിട്ട് മാറും. ഇവിടെ 7 കാർബൺ ഉണ്ടെങ്കിൽ 7 കാർബൺ ഉണ്ടെങ്കിൽ അത് ടോളുവിനായിട്ട് മാറും. അപ്പൊ മിനിമം 6 കാർബണോ അതിൽ കൂടുതലോ ഉണ്ടോ നോക്കുക, കണ്ടീഷൻ എന്താണോ നോക്കുക. ആണെങ്കിൽ ഒന്നും സംശയിക്കേണ്ട, അത് ആരോമാറ്റിക് ആയിട്ട് എഴുതുക. ഇതിന് പകരം വനേഡിയം ഓക്സൈഡ് അല്ലെങ്കിൽ മോളിബ്ഡനം ഓക്സൈഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് Cr2O3 പോലെ. ഇപ്പൊ 2 ഓക്സൈഡ് 720 കെൽവിൻ 10 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ 6 കാർബണോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് എഴുതിക്കൊള്ളുക. സമയത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരോമാറ്റൈസേഷൻ അത് കാറ്റലിസ്റ്റ് നോക്കിയാൽ മതി. ആൽക്കൈൻ അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, അതിനകത്ത് 6 കാർബണോ അതിൽ കൂടുതലോ. ഇനി അതല്ല, ഇതേ റിയേജന്റ് നമുക്ക് തന്നിരിക്കുന്ന ഇതേ റിയേജന്റ് 6 കാർബണിൽ കുറവ്, റിയേജന്റ് ഇത് തന്നെ, കണ്ടീഷനും ഇതൊക്കെ തന്നെ, ആ ടെമ്പറേച്ചറോ അതൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇത് ആൽക്കീനായിട്ട് മാറത്തുള്ളൂ. ആരോമാറ്റൈസേഷൻ റിയാക്ഷനകത്ത് 6 കാർബണിൽ കുറവാണെങ്കിൽ അത് ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്, ഡീഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കും. അപ്പൊ ആരോമാറ്റൈസേഷൻ തന്നെയാണ് ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയാൻ കാര്യം. ഇവിടെ 6 കാർബൺ വന്നാൽ, ഇതേ കണ്ടീഷൻ 6 കാർബൺ വന്നാൽ അത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടാണ് മാറുന്നത്. 6 കാർബൺ കുറവാണെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ നടക്കും. അപ്പൊ ഇത് ഡീഹൈഡ്രോജനേഷൻ, ഇത് ആരോമാറ്റൈസേഷൻ. 6 കാർബൺ എബോവ് ആണെങ്കിൽ അത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറുമ്പോൾ 6 കാർബൺ കുറവാണെങ്കിൽ അത് എന്തായിട്ടാണ് മാറുന്നത്? ആൽക്കീനായിട്ട് മാറും. അതാണ് ആരോമാറ്റൈസേഷൻ തന്നെയാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയാൻ കാര്യം. ഇനി നമുക്കുള്ളത് ഓക്സിഡേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിഡേഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. ഓക്സിഡേഷൻ, കൺട്രോൾഡ് ഓക്സിഡേഷൻ. നമുക്ക് തന്നിരിക്കുന്ന CH4 ആണെന്ന് വിചാരിക്കുക. ഓക്സിഡേഷൻ ഏജന്റ് കോപ്പർ ആണ്. കോപ്പർ ആണ് 100 അറ്റ്മോസ്ഫിയർ പ്രഷർ, 100 അറ്റ്മോസ്ഫിയർ പ്രഷർ 475 കെൽവിൻ ആണെങ്കിൽ ഏജന്റ് നോക്കിക്കോളൂ.
100 അറ്റ്മോസ്ഫിയർ 475 കെൽവിൻ ആണെങ്കിൽ അത് ആൽക്കഹോൾ ആവും. പണ്ടേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടന്നാൽ മൈൽഡ് ഓക്സിഡേഷൻ ആണെങ്കിൽ ആൽഡിഹൈഡ്, ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ എന്നാൽ കാർബോക്സിലിക് ആസിഡ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്സിജന്റെ എണ്ണത്തിനനുസരിച്ച് ആൽക്കഹോൾ എന്താവാം, ആൽഡിഹൈഡ് ആവാം, ആൽഡിഹൈഡ് എന്താവാം, കാർബോക്സിലിക് ആസിഡ് ആവാം. അപ്പം നോക്കി ഏജന്റ് ഒന്ന് മാറ്റുന്നു. കോപ്പർ 100 അറ്റ്മോസ്ഫിയർ 475 ആയപ്പോഴത്തേക്ക് ആൽക്കഹോൾ ആയെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഏജന്റ് മോളിബ്ഡിനം ഓക്സൈഡ് ടെമ്പറേച്ചർ 550 കെൽവിൻ ആക്കി, 550 കെൽവിൻ ആക്കി. അപ്പൊ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ കിട്ടിയ പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആയി. അപ്പൊ കോപ്പർ 100 അറ്റ്മോസ്ഫിയർ 475 ആയപ്പോ ആൽക്കഹോൾ ആയിരുന്നു. ഇനി ഏജന്റ് കുറച്ചുകൂടെ ഓക്സിജനെ കൊടുക്കാൻ പറ്റുന്ന ഏജന്റ് ആണ് മോളിബ്ഡിനം ഓക്സൈഡ് 550 കെൽവിൻ ആണെങ്കിൽ അത് ആൽഡിഹൈഡ്. ഏജന്റ് ഞാൻ ജസ്റ്റ് മാംഗനീസ് അസറ്റേറ്റിനെ പോലുള്ള ഏജന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ആൽക്കൈൻ ഏജന്റ് മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് മാറും. അത് വേറെ ഒന്നുമില്ല, ഓക്സിജനെ കൊടുക്കുന്നതിന്റെ എണ്ണം കുറവാണെങ്കിൽ, കുറവ് ഓക്സിജനെ കൊടുക്കുന്നെങ്കിൽ ആൽക്കഹോൾ, ഇനി കുറച്ചുകൂടെ ഓക്സിജനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആൽഡിഹൈഡ്, ഒരുപാട് ഓക്സിജനെ കൊടുക്കാൻ പറ്റുന്ന ഏജന്റ് ആണെങ്കിൽ ആസിഡ്. ഇത് ഓർക്കുക, കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ് പറഞ്ഞത്. കാറ്റലിസ്റ്റ് മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് മാറും. ഏത് ആൽക്കൈൻ ആയിരിക്കും. കോപ്പർ 100 അറ്റ്മോസ്ഫിയർ 475 ആണെങ്കിൽ ആൽക്കഹോൾ, മോളിബ്ഡിനം ഓക്സൈഡ് ആണെങ്കിൽ അതേ നമ്പറുള്ള ആൽഡിഹൈഡ്, മാംഗനീസ് അസറ്റേറ്റ് ആണെങ്കിൽ അതേ നമ്പറുള്ള ആസിഡ് ആയിട്ട് മാറും. ഇനി നോർമലി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കമ്പസ്റ്റ്യൻ. കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്പസ്റ്റ്യൻ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഞാനത് പറഞ്ഞോളാം. ഇപ്പം തൽക്കാലം ഓക്സിഡേഷൻ മനസ്സിലാക്കുക. ഇനി ടെർഷ്യറി ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൻ ആണെങ്കിൽ, ടെർഷ്യറി ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൻ ആണെങ്കിൽ നമുക്ക് നോർമൽ ഏജന്റ് ഉപയോഗിക്കാം, ആൽക്കലൈൻ KMnO4 ഉപയോഗിക്കാം. ടെർഷ്യറി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് ആൽക്കലൈൻ KMnO4 ഉപയോഗിക്കാം. ആൽക്കലൈൻ KMnO4 ഉപയോഗിച്ചാൽ ടെർഷ്യറി ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടന്ന് ആൽക്കഹോൾ ആയിക്കോളും. അപ്പൊ ഓക്സിഡേഷൻ നടത്താനുള്ള എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്നായിരിക്കും. കാരണം ടെർഷ്യറി ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൻ ആണെങ്കിൽ നോർമൽ ഓക്സിഡൈസിങ് ഏജന്റ് ആൽക്കൈൻ KMnO4 ഉപയോഗിച്ച് ടെർഷ്യറിക്ക് ഓക്സിഡേഷൻ നടന്ന് ആൽക്കഹോൾ. ടെർഷ്യറി ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൻ ആണ്. ഓക്സിഡേഷൻ ആക്കി ഇത്രയും ശ്രദ്ധിക്കാൻ. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടി പെട്ടെന്ന് പറയാണ്. ഇത്രയും കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞിട്ടും തന്നെ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാനത് റൂട്ടിലോട്ട് വരുന്ന ഒന്നുകൂടെ പറയാം. ഇനി കമ്പസ്റ്റ്യൻ ആണ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോർമുല ഇതാണ്, CnH2n+2. ഇത് ഓക്സിജൻ കത്തുന്നതിനെ വിളിക്കുന്ന കമ്പസ്റ്റ്യൻ. കമ്പസ്റ്റ്യൻ പ്രോഡക്റ്റ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. എപ്പോഴും ഓർത്തുന്നോളാം, Cl എന്ന എക്സും ഹൈഡ്രജൻ എന്ന വൈയും ആണെങ്കിൽ X+Y/4 നമ്പർ ഓഫ് ഓക്സിജൻ കത്തിയാൽ മാത്രമേ X നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും Y/2 നമ്പർ ഓഫ് വാട്ടറും കിട്ടും. കാർബണിന്റെ എണ്ണം എക്സും ഹൈഡ്രജന്റെ എണ്ണം വൈയും ആണെങ്കിൽ കംപ്ലീറ്റ് ബേൺ ചെയ്യണമെങ്കിൽ X+Y/4 നമ്പർ ഓഫ് ഓക്സിജൻ വേണം. 1+4/4. എക്സിന്റെ എണ്ണം 1, വൈയുടെ എണ്ണം 4. അത്രയും ഓക്സിജൻ. ഇതാണ് ഫോർമുല. CxHy. കാർബണിന്റെ എണ്ണം എക്സും ഹൈഡ്രജന്റെ എണ്ണം വൈ ആണെങ്കിൽ ഇതാണ് ഫോർമുല, കമ്പസ്റ്റ്യന്റെ ഫോർമുല. CxHy plus X+Y/4 O2 gives X number of carbon dioxide plus Y/2 number of water. ഇനി ആക്ഷൻ വിത്ത് സ്റ്റീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ വാട്ടർ ഗ്യാസ് ഫോം ചെയ്യും അല്ലെ. അപ്പം ഇവിടെ വാട്ടർ ഗ്യാസ്. അപ്പം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വാട്ടർ ഗ്യാസ്. ഓക്സിജൻ കത്തുമ്പോൾ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. സ്റ്റീമിൽ കത്തുമ്പോഴത്തേക്ക് അത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമായിട്ട് മാറും. ഹൈഡ്രോ കാർബണിന്റെ രണ്ട് റിയാക്ഷൻ ആണ് പറഞ്ഞത്. ഇത് സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ, ഇത് കമ്പസ്റ്റ്യൻ റിയാക്ഷൻ.
ഇനി ഹൈഡ്രോകാർബണിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് പൈറോളിസിസ് ആണ്. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ഭാരം കൂടിയ ഹൈഡ്രോകാർബൺ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭാരം കുറഞ്ഞ ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. നമുക്ക് 2 പ്രോഡക്റ്റ് എഴുതാൻ പറയുകയാണെങ്കിൽ ഉടനെ ഒരു പ്രോഡക്റ്റ് ഇടാം, C2H6 പ്ലസ് C2H4. ഇനി 3 പ്രോഡക്റ്റ് ഏതെങ്കിലും എഴുതാം, ഒരു പ്രോഡക്റ്റ് നിങ്ങൾ C2H2 എഴുതണം, ബാക്കി എന്തൊക്കെയാ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ എഴുതാം നമുക്ക്. അപ്പൊ എത്ര ഭാരം കൂടിയ ഹൈഡ്രോകാർബണിനെ ഹീറ്റ് ചെയ്തിട്ട് ഭാരം കുറഞ്ഞ ഹൈഡ്രോകാർബൺ, അപ്പൊ ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ബാക്കി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന എഴുതിയാൽ എത്ര, C1 2 3 4 C4H8. അപ്പൊ ഭാരം കൂടിയ ഹൈഡ്രോകാർബണിനെ ഭാരം കുറഞ്ഞ ഹൈഡ്രോകാർബൺ ആക്കി മാറ്റും. അപ്പൊ ഒരു പ്രോഡക്റ്റ് C2H6 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്ത് എത്ര കാർബണാണ്? 1 2 3 4. എത്ര ഹൈഡ്രജൻ? 8 ഹൈഡ്രജൻ. അപ്പൊ ഭാരം കൂടിയ ഹൈഡ്രോകാർബണിനെ ചൂടാക്കിയിട്ട് ഭാരം കുറഞ്ഞ ഹൈഡ്രോകാർബൺ ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പൈറോളിസിസ് അഥവാ ക്രാക്കിംഗ് എന്ന് പറയും. അതിൽ 2 പ്രോഡക്റ്റ് വേണമെങ്കിലും 3 പ്രോഡക്റ്റ് വേണമെങ്കിലും എഴുതാം. 2 പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഒരെണ്ണം ആൽക്കീൻ എഴുതണം, C2H6 എഴുതണം, ബാക്കിയുള്ള ചേർത്ത് എഴുതാം. മറ്റേ 3 പ്രോഡക്റ്റ് എഴുതണമെങ്കിൽ ഒന്ന് ആൽക്കൈൻ വരണം, ബാക്കി ഒരു ആൽക്കീനും പിന്നെ ഒരു ആൽക്കൈനും എഴുതാം. ശ്രദ്ധിക്കാനൊന്നും ഇല്ല. പൈറോളിസിസ് പ്രോഡക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാൻ പറ്റും, അത് വിട്ടാൽ. ബാക്കി കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയേ. ഇനി ഒരു റിയാക്ഷനോട് പറയാനുണ്ട്, നമുക്കറിയാം ആൽക്കൈലേഷൻ റിയാക്ഷൻ. ആൽക്കൈലേഷൻ നടത്തണമെങ്കിൽ ടെറസ്ട്രിയൽ ഒക്കെ വേണം. അതിനകത്തോട്ട് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആഡ് ചെയ്യാം. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് 2 ചെയിനോട് ലിങ്ക് ആവും. This reaction is known as alkylation reaction. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈലേഷൻ. ഡബിൾ ബോണ്ട് മാറിയിട്ട് ഷിഫ്റ്റ് ഉണ്ടാവും ഇങ്ങോട്ടും, ഇവിടെ ആ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും. ഇത്രയേ ഉള്ളൂ. This reaction is known as alkylation reaction. Adding of an unsaturated compound to saturated compound. അപ്പൊ ടെർഷ്യറി ഹൈഡ്രജൻ ആണ് വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജൻ. ടെർഷ്യറി ഹൈഡ്രജനെ വളരെ ടക്കെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെ ടെർഷ്യറി ഉണ്ടോ അങ്ങോട്ട് ആ ഹൈഡ്രജൻ ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട്? ഇതിന്റെ ഡബിൾ ബോണ്ട് ആയിട്ട് ഇപ്പുറത്ത് ഇത് രണ്ടോട് ജോയിൻ ചെയ്യും. This reaction is known as alkylation reaction. ടെർഷ്യറി ഹൈഡ്രജൻ ഉള്ള ഒരു ആൽക്കൈൻ പ്ലസ് ആൽക്കീൻ, അപ്പൊ ഡബിൾ ബോണ്ട് മാറി ഈ H ഇങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. This reaction is known as alkylation reaction. Okay, അപ്പൊ ഈ റിയാക്ഷനെ വിളിക്കുന്നവരാണ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക, ആൽക്കൈന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ആൽക്കൈനകത്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് സിങ്ക്, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? സിങ്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, സിങ്ക് എന്ത് ചെയ്യും? ബിസിനൽ ആണെങ്കിൽ കൊണ്ടുപോരും സിങ്ക് ബ്രോമൈഡ്. ബാക്കി പിന്നെ സൈക്ലിക് പ്രോഡക്റ്റ് കിട്ടും. കണ്ട, സൈക്ലോ ആൽക്കൈൻ കിട്ടും. സൈക്ലോ ആൽക്കൈൻ കിട്ടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. സൈക്ലോ ആൽക്കൈൻ കിട്ടുന്ന മാർഗമാണ് പറഞ്ഞത്. സിങ്ക് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്താൽ ഇങ്ങനെ കോമ്പൗണ്ട് കിടക്കുന്ന ബിസിനൽ ആണെങ്കിൽ ഇത് സൈക്ലോ ആൽക്കൈൻ ആയിട്ട് മാറും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് അഡ്ജസന്റിൽ വരത്തില്ല, ഇങ്ങനെ വരുന്ന കേസ് നോക്കിയാൽ നിങ്ങൾ അപ്പം അവർ രണ്ടോട് ചേർന്നിട്ട് അത് റിംഗ് ആയിപ്പോകും, സൈക്ലിക് കോമ്പൗണ്ട് ആയിപ്പോകും. ഒന്നല്ല ബ്യൂട്ടൈൻ ആയിട്ട് മാറും. സിങ്കിന്റെ റിസൾട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ബ്യൂട്ടൈൻ ആയിട്ട്, സൈക്ലോ ബ്യൂട്ടൈൻ ആയിട്ട് മാറും. അപ്പൊ അതൊന്ന് ഓർത്തിരുന്ന, അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചതാ. അപ്പൊ സിങ്കിനെ കണ്ടു കഴിഞ്ഞാൽ ഡൈബ്രോമിൽ കൊണ്ടുപോയിട്ടത് എന്തായിട്ട് മാറും? സൈക്ലോ ആൽക്കൈൻ ആയിട്ട് മാറും. അത് പ്രിപ്പറേഷനകത്ത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്
പെട്ടെന്ന് പറയാം. മീറ്റിംഗ് ഒന്ന് ഹാലജനേഷൻ ആണ്, 2 നൈട്രേഷൻ ആണ്, 3 സൾഫോണേഷൻ ആണ്. നൈട്രേഷനകത്ത് ശ്രദ്ധിക്കാൻ 6 ആണെങ്കിൽ ലിക്വിഡ് ആണ്, 6ൽ കുറവാണെങ്കിൽ വേപ്പർ ആണ്. സൾഫോണേഷൻ 6ൽ കുറവുള്ളതിന് നടക്കത്തില്ല. പിന്നെ ഓക്സിഡേഷൻ, അപ്പം കോപ്പർ കാറ്റലിസ്റ്റ്, ദെൻ മോളിബ്ഡിനം ഓക്സൈഡ്, ദെൻ മാംഗനീസ് അസറ്റേറ്റ്. ഇനി ടെർഷറി ഉണ്ടെങ്കിൽ ആൽക്കലൈൻ KMnO4 പറ്റും. കമ്പസ്റ്റൻ, ആരോമാറ്റൈസേഷൻ ഒന്നുമില്ല, കാറ്റലിസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഐസോമറൈസേഷൻ, ദെൻ പൈറോളിസിസ്, ഇതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പം ഞാൻ ചോദിക്കാൻ, ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി പ്രിപ്പറേഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ് സാർ. രണ്ടുപേരേ ഉള്ളോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ് സർ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. ജസ്റ്റ് നോട്ട് നിങ്ങളുടെ കയ്യിലോട്ട് വെച്ചേക്കുക. അതിനുശേഷം ഞാൻ വാട്സാപ്പ് ചെയ്ത് നോട്ട് തന്നേക്കാം. ആ നോട്ട് നിങ്ങൾ ജസ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. എന്തൊക്കെ പോയിന്റ് ഉണ്ടോ അതെല്ലാം ക്ലിയർ ആയിരിക്കും. അപ്പൊ ആൽക്കൈന്റെ റൂട്ട് എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ തന്നെയാണ് ആൽക്കീനും ആൽക്കൈനും ഒക്കെ പഠിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ 10 കോമ്പൗണ്ടുകൾ, ആ 10 കോമ്പൗണ്ടും പഠിപ്പിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഓർഗാനിക്കിനെ പറ്റി വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ പ്രശ്നം വരാൻ സാധ്യത ഞാൻ പറഞ്ഞു, ഡ്യൂമാസ്, ജൽഡാസ്, ഇതിന്റെ ഇക്വേഷൻ എഴുതി പഠിച്ചേക്കുക. ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോളൂ. ലസൈൻ എക്സ്ട്രാക്ഷൻ ടെസ്റ്റ് അത് ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ പറയുമ്പോഴത്തേക്ക് അതും റെഡിയാവും. ഓർഗാനിക്കിനെ പറ്റി വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ല എന്നുള്ള ആൽക്കൈൻ എന്ന് പറയുന്ന പേരന്റ് കോമ്പൗണ്ട്, അപ്പൊ എന്താണ് റൂട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, അപ്പൊ അടുത്ത മീറ്റിംഗ് പെട്ടെന്ന് കയറാൻ ശ്രമിക്കുക. ആൽക്കീനും നമുക്ക് തീർക്കാൻ പറ്റും. ആവശ്യമില്ല. ആൽക്കൈൻ നിങ്ങളുടെ കയ്യിൽ ആ പേപ്പർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ റെഡി ആയിക്കോളും. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നൊരു കോമ്പൗണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പഠിക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം ആൽക്കൈൻ. അപ്പൊ വരുന്നത് വരെ, എല്ലാവരും കയറുന്നത് വരെ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. കെമിക്കൽ പ്രോപ്പർട്ടി നോക്കിയാൽ, കെമിക്കലി ഇനാക്ട് ആയിട്ടുള്ള ആൽക്കൈൻ കണ്ടീഷണൽ ആയിട്ട് ചില റിയാക്ഷനിൽ പങ്കെടുക്കും. നിങ്ങൾ ആൽക്കൈലേഷൻ, ആൽക്കൈലേഷൻ എന്ന് പറയുമ്പോൾ ടെർഷറി ഹൈഡ്രജൻ ഉള്ള ഒരു ആൽക്കൈൻ, ലാസ്റ്റ് പറഞ്ഞ റിയാക്ഷൻ, ടെർഷറി ഹൈഡ്രജൻ ഉള്ള ഒരു ആൽക്കൈനകത്ത് അടുത്തൊരാൾ വന്ന് ഇടിക്കുമ്പോഴത്തേക്ക്, ഒരു ആൽക്കീൻ അടിക്കുമ്പോഴത്തേക്ക്, ടെർഷറി ഹൈഡ്രജൻ ഉള്ള ഒരു ആൽക്കീനിലോട്ട് നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ഒരു സാധനം വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് ഡബിൾ ബോണ്ട് ഷിഫ്റ്റഡ് ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഹൈഡ്രജൻ പോയി, കണ്ടോ? ഇത്രേ ഉള്ളൂ പ്രോഡക്റ്റ് ആയി. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ആൽക്കൈലേഷൻ. അടുത്ത് ഞാൻ പറഞ്ഞ ഡീഹൈഡ്രോ ഹാലജനേഷനോ ആരോമാറ്റൈസേഷനോ ഒന്നാണെന്നാണ്. ശരിയാ, 6 കാർബണുള്ള ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ റിംഗ് ആക്കിക്കോളൂ. അതിൽ കുറവുള്ളതിനെ കണ്ടു കഴിഞ്ഞാൽ ഇതേ സാധനമാണെങ്കിൽ എന്താക്കിക്കോളൂ? ആൽക്കീൻ ആക്കിക്കോളൂ. ആരോമാറ്റൈസേഷൻ, ഡീഹൈഡ്രോജനേഷൻ. ദെൻ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് കണ്ടു കഴിഞ്ഞാൽ 4 കാർബണോ അതിൽ കൂടുതലവരാണെങ്കിൽ ഐസോമർ ആക്കിക്കോളൂ. ഓക്സിഡേഷൻ ഏജന്റ് കണ്ടിട്ട് ആൽഡിഹൈഡ് ആണോ ആൽക്കഹോൾ ആണോ ആസിഡ് ആണോ തീരുമാനിക്കുക. കംപ്ലീറ്റ് കമ്പസ്റ്റൻ, പിന്നെ ആക്ഷൻ വിത്ത് സ്റ്റീം, ഇതിന്റെ പ്രോഡക്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഇതൊക്കെ പറയാനുള്ളൂ ആൽക്കൈനകത്ത്. വലിയ കാര്യങ്ങളൊന്നും ആൽക്കൈനകത്ത് ഇല്ല. അപ്പം ആൽക്കൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആൽക്കീൻസ്. ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഡബിൾ ബോർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞതാ. പൈലക്ട്രോൺ റിച്ച് ആണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണെന്നൊക്കെ പറഞ്ഞതാ. ബോർഡ് ലെങ്തും ബോർഡ് സ്ട്രെങ്തും ഒക്കെ ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് നേരെ ഞാൻ പ്രിപ്പറേഷനകത്തോട്ട് പോവുകയാണ്. ഒന്ന്, ആൽക്കഹോൾ. ആൽക്കീൻ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ പേരന്റ് കോമ്പൗണ്ട് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ 2 ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പൊ എവിടെ നിന്നൊക്കെ ആൽക്കീൻ കിട്ടാം? 1 ആൽക്കഹോളിൽ നിന്ന് കിട്ടാം, 2 ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് കിട്ടാം, 3 ബിസിനൽ ഡൈഹാലൈഡ് ആണ്. മൂന്നാമത്തെ പാരന്റ് കോമ്പൗണ്ട് ബിസിനൽ ഡൈഹാലൈഡ് ആണ്. നാലാമത്തത് ആൽക്കൈൻ ആണ്. ഇത്രയും പാരന്റ് കോമ്പൗണ്ടിനെയാണ് എനിക്ക് ആൽക്കീൻ ആക്കാൻ പറ്റുന്നത്. അപ്പൊ ഏതൊക്കെ പാരന്റ് കോമ്പൗണ്ടിനെ ആൽക്കീൻ ആക്കാൻ പറ്റും? ആൽക്കഹോളിനെ ആക്കാൻ പറ്റും. ദെൻ ആൽക്കഹോള്
then alkyl halide, alcohol, alkyl halide, bisynyl dihalide, then alkyne. ഇത്രയും പേരെ എനിക്ക് എന്താക്കാൻ പറ്റും? അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തിനെ പറ്റി പറഞ്ഞു? ആൽക്കൈനെ പറ്റി നിങ്ങൾ കണ്ടതാണ്, ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ. അപ്പൊ ഇത്രയാണ് പാരന്റ് കോമ്പൗണ്ട്. എവിടെ നിന്നൊക്കെ ആൽക്കീൻ കിട്ടാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയാം, ആൽക്കഹോൾ, ആൽക്കൈൽ ഹാലൈഡ്, ബിസിനൽ ഡൈഹാലൈഡ്, ആൽക്കൈൻ ആൻഡ് ആൽക്കൈൻ. ഇത്രയും പേരെ എനിക്ക് എന്താക്കി മാറ്റാം? ആൽക്കീൻ ആക്കി മാറ്റാം. അതിൽ ഒരെണ്ണം നിങ്ങൾ പഠിച്ചതാ, ആൽക്കൈൻ നിങ്ങൾ പഠിച്ചതാ. ആൽക്കൈൻ നിങ്ങൾ പഠിച്ചതാണ്, യാതൊരു ബുദ്ധിമുട്ടില്ല. ആൽക്കൈൻ 6 കാർബണിക് കുറവ്, Cr2O3 അലുമിനിയം ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കറസ്പോണ്ടിങ് ആൽക്കീൻ ആയിട്ട് മാറും, ഡീഹൈഡ്രോഹാലജനേഷൻ. 6 കാർബണിക് കുറവുള്ള ആൽക്കീൻ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ആൽക്കൈനെ എങ്ങനെ മാറ്റാം എന്നുള്ളത്, ആൽക്കൈനെ എങ്ങനെ ആൽക്കീൻ ആവാം എന്നുള്ളത് ഇപ്പം പഠിച്ചതേ ഉള്ളൂ. ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ കെമിക്കൽ പ്രോപ്പർട്ടിക്കാർ, ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടിക്കാർ. ഇത് 6 കാർബണിൽ കൂടുതൽ വരുവാണെങ്കിൽ അത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും, ഡീഹൈഡ്രോജനേഷൻ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അത് ആൽക്കൈനാണ്. ആൽക്കൈനെ നമുക്ക് ഒരുപാട് മെത്തേഡുണ്ട്. ആൽക്കൈനെ ആൽക്കീൻ ആക്കാൻ ഒരുപാട് മെത്തേഡുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ റിഡക്ഷൻ, അത് പാർഷ്യൽ റിഡക്ഷൻ. കംപ്ലീറ്റ് റിഡക്ഷൻ ആയി കഴിഞ്ഞാൽ ആൽക്കൈനിൽ പോകും. അപ്പൊ പാർഷ്യൽ റിഡക്ഷൻ ആണ് ഉപയോഗിക്കുന്ന ഏജന്റ്. ലിൻഡിലാർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ, ലിൻഡിലാർ കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ, ലിൻഡിലാർ കാറ്റലിസ്റ്റ് ആണ്. അതായത് ലിൻഡിലാർ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം എന്താ, പോയിസൺ, ക്വിനോലിൻ വെച്ച് പോയിസൺ ചെയ്തത്. ലിൻഡിലാർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ, ലിൻഡിലാർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ കിട്ടുന്നത് സിസ് പ്രോഡക്റ്റ് ആയിരിക്കും. കിട്ടുന്ന പ്രോഡക്റ്റ് സിസ് ആയിരിക്കും. ആൽക്കീൻ കിട്ടും, ആ കിട്ടുന്നത് സിസ് ആൽക്കീൻ ആയിരിക്കും. ഇനി പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ, പാർഷ്യൽ റിഡക്ഷൻ ഉപയോഗിക്കുന്ന സോഡിയം, അവിടെ കിട്ടുന്നത് ട്രാൻസ് പ്രോഡക്റ്റ്. ആൽക്കൈൻ അനുസരിച്ച് നമ്മൾ എഴുതണം സിസ് പ്രോഡക്റ്റും ട്രാൻസ് പ്രോഡക്റ്റും. ലിൻഡിലാർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ, ലിൻഡിലാർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ നിക്കൽ ക്ലോറൈഡ്, ലിൻഡിലാർ കാറ്റലിസ്റ്റ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് മാത്രം, വേറെ ഏത് കാറ്റലിസ്റ്റ് ആണെങ്കിലും സിസ് പ്രോഡക്റ്റ്, ഇത് മാത്രമാണെങ്കിൽ ട്രാൻസ് പ്രോഡക്റ്റ്. ഒന്ന് എഴുതുക, ആൽക്കൈനെ പാർഷ്യൽ റിഡക്ഷൻ നടത്തിയാൽ ആൽക്കീനാവും. ഉപയോഗിക്കുന്ന സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ മാത്രം ട്രാൻസ് പ്രോഡക്റ്റ്. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയം ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ മാത്രമേ. സോഡിയം അല്ലെങ്കിൽ ലിഥിയം, സോഡിയത്തിന് പകരം ലിഥിയം ഉപയോഗിക്കുക, സോഡിയത്തിന് പകരം ലിഥിയം ഉപയോഗിക്കുക. സോഡിയം അല്ലെങ്കിൽ ലിഥിയം ഇൻ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ മാത്രമേ ട്രാൻസ് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ, ട്രാൻസ് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. ഈ റിയാക്ഷൻ നിങ്ങൾ വിളിക്കുന്ന പേര് ബർത്ത് റിഡക്ഷൻ. അപ്പൊ ആൽക്കൈന്റെ പാർഷ്യൽ റിഡക്ഷൻ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ അല്ലെങ്കിൽ ലിഥിയം ഇൻ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ മാത്രം ട്രാൻസ് പ്രോഡക്റ്റ്. ട്രാൻസ് പ്രോഡക്റ്റ് ട്രാൻസ് പ്രോഡക്റ്റ്. സിസ് പ്രോഡക്റ്റ് ആവുമ്പോഴത്തേക്ക് ഇതാണ് സിസ് പ്രോഡക്റ്റ്. അപ്പൊ ആൽക്കൈനെ പാർഷ്യൽ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ സോഡിയമോ ലിഥിയമോ ലിക്വിഡ് അമോണിയയിലാണ് റിഡക്ഷൻ നടത്തുന്ന ബർത്ത് റിഡക്ഷൻ ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ട്രാൻസ് പ്രോഡക്റ്റ്. ഓർത്തിരിക്കുക, ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സോഡിയം അല്ലെങ്കിൽ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ബർത്ത് റിഡക്ഷൻ എന്ന് വിളിക്കുക, ആ പ്രോഡക്റ്റ് ട്രാൻസ് പ്രോഡക്റ്റ് ആയിട്ട്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, അത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിയാക്ഷനോടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ക്രാക്കിംഗ്. ഹയർ ഹൈഡ്രോ കാർബണിനെ നമുക്ക് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രോഡക്റ്റ് ആൽക്കൈൻ ആക്കിയിട്ട് അടുത്ത ഒരെണ്ണം എന്താക്കാം, ആൽക്കീൻ ആക്കാം. ഇങ്ങനെ രണ്ടെണ്ണം എഴുതിയിട്ട് ബാക്കി എഴുതാം. അപ്പൊ
ക്രാക്കിംഗ് നടത്തുമ്പം അല്ലെങ്കിൽ ഇതൊരെണ്ണം എഴുതാം, ആൽക്കീൻ കിട്ടാം. അപ്പൊ ക്രാക്കിംഗ് നടത്തുമ്പം ആൽക്കൈനെ ക്രാക്കിംഗ് നടത്തുമ്പോഴും നമുക്ക് അത് ഞാൻ ആൽക്കൈൻ നേരത്തെ പറയാനുള്ളതായിരുന്നു, പറഞ്ഞു. അപ്പൊ വിട്ടുതരാം, അത് വിട്ടുതരാം, പറഞ്ഞതുകൊണ്ട് വിട്ടുതരാം. ഇപ്പൊ ആൽക്കൈന്റെ മെത്തേഡാണ് പറഞ്ഞത്, ആൽക്കൈന്റെ മെത്തേഡ്. ആൽക്കൈന് 2 മെത്തേഡാണ്, പാർഷ്യൽ റിഡക്ഷൻ. ഇപ്പൊ സിസ് പ്രോഡക്റ്റും കിട്ടാം, ട്രാൻസ് പ്രോഡക്റ്റും കിട്ടാം. രണ്ടുമാണ് നമുക്ക് എവിടെ നിന്ന് നിർണ്ണയിക്കാം, ആൽക്കൈനിൽ നിന്ന് ആൽക്കീൻ ഉണ്ടാക്കാനുള്ള മെത്തേഡ്. നെക്സ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് വിസിനൽ ഡൈഹാലൈഡ്. അത് ഞാൻ പറഞ്ഞ് കാണിച്ചു തന്നായിരുന്നു. അപ്പൊ വിസിനൽ ഡൈഹാലൈഡ് ഇതുപോലുള്ള വിസിനൽ ഡൈഹാലൈഡ് ആണ്. നേരത്തെ അത് കാണിച്ചു തന്നാൽ സിങ്ക് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? പോയി ബാക്കി ഈ ബോണ്ട് ഇങ്ങോട്ടുള്ള ഡബിൾ ബോണ്ടായി കണ്ടു. ഞാൻ നേരത്തെ മേലോട്ടൊന്നും ഇട്ടില്ല, കണ്ടോ? ആൾട്ടർനേറ്റ് അല്ല, ഇത് അഡ്ജസന്റ് ആയപ്പോഴത്തേക്ക് വിസിനൽ ഡൈഹാലൈഡ് ആയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? വിസിനൽ ഡൈഹാലൈഡ് ആയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത് നോക്കി. അപ്പൊ നീ ഏതായാലും ശരി, വിസിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ സിങ്ക് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്. വിസിനൽ ഡൈഹാലൈഡ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. അതിപ്പോ കാറ്റലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇതാവുന്നേ ഉള്ളൂ, വിസിനൽ ഡൈഹാലൈഡ്. അപ്പൊ ആൽക്കീന്റെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് പെട്ടെന്ന് തീരും ആൽക്കീന്റെ പ്രിപ്പറേഷൻ. അടുത്ത ബീറ്റ എലിമിനേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആൽക്കൈൽ ഹാലൈഡ്, ഹാലോ ആൽക്കൈന്റെ റിയാക്ഷൻ, ഹാലോ ആൽക്കൈന്റെ റിയാക്ഷൻ. ഓക്കെ, ആൽഫ ബീറ്റ. ബീറ്റ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടോ നോക്കാം. ബീറ്റ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഒരു ഹൈഡ്രജൻ ഉണ്ട്. അതിനെ നിങ്ങൾക്കറിയാം ആൽക്കഹോളിക് KOH. അക്വസ് അല്ല, ആൽക്കഹോളിക് KOH. KOH എന്ന് പറയുന്നത് ബേസാ, പക്ഷെ അക്വസ് മീഡിയത്തിൽ അത് ന്യൂക്ലിയോഫൈൽ ആയിട്ടും ആൽക്കഹോളിക് മീഡിയത്തിൽ അത് ബേസ് ആയിട്ടും ആക്കി. അത് ബേസ് ആകുമ്പോൾ എലിമിനേഷൻ, അക്വസ് ആകുമ്പോൾ ന്യൂക്ലിയോഫിലിക് റിയാക്ഷനുമാണ് കേട്ടോ. KOH അക്വസ് ആണെങ്കിൽ OH മൈനസ് ന്യൂക്ലിയോഫൈൽ ആയിട്ടും, ആൽക്കഹോളിക് KOH ആണെങ്കിൽ OH മൈനസ് ബേസ് ആയിട്ടും ആക്കി. അങ്ങനെ ബേസ് ആയിട്ട് ആക്കിയുമ്പോൾ അസിഡിക് H+ ആക്കി വരുന്ന വാട്ടർ എലിമിനേറ്റ് ചെയ്യും. പിന്നെ എക്സ് പോയി കെയുടെ കൂടെ പോകും, KX. ബാക്കി ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിന്റെ ബീറ്റ എലിമിനേഷൻ. അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ട്, സെയ്സഫ് റൂൾ. എല്ലാവർക്കും അറിയാം, സെയ്സഫ് റൂൾ ശ്രദ്ധിക്കാറുണ്ട്. ആൽക്കൈൽ ഹാലൈഡിന്റെ എലിമിനേഷൻ അത് ശ്രദ്ധിക്കാനുള്ള ഒരു റൂളാണ് സെയ്സഫ് റൂൾ. 2 ബീറ്റ പൊസിഷൻ വന്നാൽ 2 പ്രോഡക്റ്റ് തരാം അല്ലെ. 2 ബീറ്റ പൊസിഷൻ ഉണ്ട്, 3 ബീറ്റ ഉണ്ടെങ്കിൽ 3 പ്രോഡക്റ്റ്. അപ്പൊ നോക്കിക്കോളാം, ഡബിൾ ബോണ്ട് CH3 ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് പ്ലസ് ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും വാ. പക്ഷെ മേജർ ഇതും മൈനർ ഇതായിരിക്കും. ദിസ് റൂൾ ഈസ് നോൺ ആസ് സെയ്സഫ് റൂൾ. മോർ സബ്സ്റ്റിറ്റ്യൂട്ടൻ നടന്നിട്ടുള്ളൂ, മോർ സബ്സ്റ്റിറ്റ്യൂട്ടൻ കാർബണിലോട്ട് എലിമിനേഷൻ പോകത്തുള്ളൂ. ബീറ്റ പൊസിഷനിൽ ഏതിനാണോ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത് അങ്ങോട്ടേ എലിമിനേഷൻ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ദിസ് റൂൾ ഈസ് നോൺ ആസ് ബീറ്റ എലിമിനേഷൻ. അത് ഈ റൂളിനെ വിളിക്കുന്നവരാണ് സെയ്സഫ് റൂൾ. ദിസ് റൂൾ ഈസ് നോൺ ആസ് സെയ്സഫ് റൂൾ. സെയ്സഫ് റൂൾ എന്ന് വിളിക്കും. എലിമിനേഷൻ പ്രൊസീഡ്സ് ടു ദാറ്റ് ഡയറക്ഷൻ വേർ മോർ സബ്സ്റ്റിറ്റ്യൂഷൻ. എവിടെയാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതൽ അവിടെയാണ് എലിമിനേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ദിസ് റൂൾ ഈസ് നോൺ ആസ് സെയ്സഫ് റൂൾ എന്ന് വിളിക്കും. ആ റൂളിനെ വിളിക്കുന്നവരാണ് സെയ്സഫ് റൂൾ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൽക്കഹോൾ. ആൽക്കഹോള് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 443 കെൽവിൻ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആൽക്കീൻ ആയിട്ട് മാറും. ആൽക്കഹോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് 443 കെൽവിൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്. അതുപോലെ ടെർഷ്യറി ആൽക്കഹോൾ. ടെർഷ്യറി ആൽക്കഹോൾ തന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്താൽ, ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് ചെയ്താൽ, കോപ്പർ കാറ്റലിസ്റ്റ് 573 കെൽവിൻ ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്. ഇവിടെ എല്ലാം നമുക്ക് ആൽക്കീൻ ആയിരിക്കും പ്രോഡക്റ്റ്, ടെർഷ്യറി ആൽക്കഹോൾ. പിന്നെ സെക്കൻഡറി ഏത് ആൽക്കഹോൾ ആയാലും ഇനി ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ടെർഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി ആണ്. ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ടെർഷ്യറി, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. ബിക്കോസ് ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് കാർബ് കാറ്റോൺ ആയതുകൊണ്ടാണ്. ഈ ഡീഹൈഡ്രേഷനകത്ത് ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് കാർബ് കാറ്റോൺ ആയതുകൊണ്ട് അങ്ങനെ കിട്ടത്തുള്ളൂ.
ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് കാർബ് കാറ്റോൺ ആയതുകൊണ്ട്. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കേസ് ബ്യൂട്ടനോൾ ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന കിട്ടുന്ന സാധ്യതയുള്ള പ്രോഡക്റ്റ്, ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധ്യതയുള്ള പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങൾ എഴുതും എഴുതാം, പക്ഷെ അത് മൈനർ പ്രോഡക്റ്റ് ആണ്. കാരണം ഇവിടെ എന്താണ് പ്രൈമറി കാർബോകാറ്റോണിന്റെ പ്രോഡക്റ്റ് ആയി കാണുന്നത്. നമുക്ക് ഇവിടെ കിട്ടാം, സെക്കൻഡറി കിട്ടാം. ഇപ്പോ ഷിഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ഷിഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെക്കൻഡറിയിലോട്ട് പോകാം. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, സെക്കൻഡറി പോയിന്റ് സാധ്യത ഉണ്ടെങ്കിൽ, സെക്കൻഡറി കാർബോകാറ്റോൺ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ മേജർ പ്രോഡക്റ്റ് നോക്കുക, നിങ്ങൾ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഇവിടെ പ്രൈമറി ഇവിടെയാണ് കിട്ടാൻ സാധ്യത, എങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രജൻ ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് മാറാം. അപ്പൊ സെക്കൻഡറി കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ സ്റ്റെബിലിറ്റി കൂടുതൽ സെക്കൻഡറി കാർബോകാറ്റോൺ ഉണ്ട്, അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കാത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നോക്കിയേ, ഞാനൊന്ന് എഴുതുന്നു ജസ്റ്റ്. ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്തു. ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് OH കളഞ്ഞിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഇടാം, പക്ഷെ അതിനേക്കാൾ അല്ലെങ്കിൽ ഇവിടെ ഇടാം. അപ്പൊ ഇവിടെ ടെറിഷറി കാർബോകാറ്റോൺ കിട്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങോട്ടേ നടക്കത്തുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യുക പ്രോഡക്റ്റ്. അപ്പൊ ഏതായിരിക്കും കൂടുതൽ? അപ്പൊ മീഥേനിന്റെ ട്രാൻസ്ഫർ നടന്നിട്ട് ഈ മീഥേനിന്റെ ട്രാൻസ്ഫർ നടന്നിട്ട് ടെറിഷറി കാർബോകാറ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, ആ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന്റെ ഇപ്പുറത്ത് ടെറിഷറി കാർബോകാറ്റോൺ ഉണ്ടാവാൻ സാധ്യത മീഥേനിന് ട്രാൻസ്ഫർ നടക്കും. അപ്പം അതെന്താവും? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും മേജർ. ശ്രദ്ധിച്ചോളൂ, സാധ്യത ഉണ്ടോ നോക്കുക. കാർബോകാറ്റോൺ സെക്കൻഡറിയോ ടെറിഷറിയോ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. കിട്ടുന്നതിലെ മേജർ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിക്കും. ഇത് തരുമ്പോ ശ്രദ്ധിച്ച് എഴുതുക. ഇങ്ങനൊരു കേസ് തരാം, ഇനി എന്തോ ആയിക്കോട്ടെ, ഈ ഒരു കേസ് തന്നാൽ നിങ്ങൾ നോക്കുക, ഇപ്പുറത്തെ ടെറിഷറി, അപ്പൊ ഇങ്ങോട്ടേ പോകത്തുള്ള എലിമിനേഷൻ. ഇനി ഇങ്ങനെ തരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ പ്രൈമറി ഉണ്ടാവുമ്പോഴേ ഇവിടെ ഡബിൾ ബോണ്ട്. അപ്പൊ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ സെക്കൻഡറി. അപ്പം പ്രോഡക്റ്റ് ഇങ്ങോട്ട് ഇടാം. അപ്പൊ അവിടെ ശ്രദ്ധിച്ച് പ്രോഡക്റ്റ് എഴുതാം. ബ്യൂട്ടനോൾ, ബ്യൂട്ട് തൊട്ട് അങ്ങോട്ടെല്ലാം അങ്ങനെ ഒരു സംഭവമുണ്ട്. മനസ്സിലായോ? മനസ്സിലായി സർ. ആ പ്രോഡക്റ്റ് ശ്രദ്ധിച്ചെഴുതണം. ഡീഹൈഡ്രേഷന്റെ പ്രോഡക്റ്റ് ശ്രദ്ധിച്ചെഴുതണം. അതായത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് നോക്കണം, 4 കാർബണിൽ കൂടുതൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ടെറിഷറി ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ചിന്തിച്ചെഴുതാൻ, കേട്ടോ. മോർ സ്റ്റെബിലിറ്റി, ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ച് പ്രോഡക്റ്റ് എഴുതാവുള്ളൂ. ഓക്കെ, ഇവിടെ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ആ ആൽക്കീന്റെ പ്രിപ്പറേഷൻ ഞാനങ്ങ് പറഞ്ഞേക്കാം. ആൽക്കീന്റെ പ്രിപ്പറേഷൻ ജസ്റ്റ് പറഞ്ഞപ്പോ നിങ്ങൾ നോക്കിയോളൂ. ആൽക്കീൻ എവിടെ? ഒന്ന് ആൽക്കഹോളിൽ നിന്ന്. അപ്പൊ ആൽക്കഹോളിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ആൽക്കഹോൾ, ഇതാണെന്ന് ആൽക്കഹോൾ. അപ്പൊ ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് 443 കെൽവിൻ ഹീറ്റ് ചെയ്തത് സ്വാഭാവികമായിട്ട് ആൽക്കീനാണ് തന്നെ. അപ്പം OH തൊട്ടിപ്പുറത്തെ ബീറ്റ പൊസിഷൻ ഒന്നേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ബീറ്റയിൽ ഹൈഡ്രജനും ആൽഫയിൽ OH പോയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. എനിക്കൊരു
ഞാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞു, പക്ഷെ അത് മൈനർ പ്രോഡക്റ്റ് ആണ്. കാരണം ഇനി ഇങ്ങോട്ടൊരു ഹൈഡ്രജൻ ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് വരാനുള്ള സാധ്യത കളയണ്ട. ഒരു ഹൈഡ്രജൻ ഷിഫ്റ്റിന്റെ പ്രശ്നമുള്ളൂ. അപ്പൊ ഇതായിരിക്കും മേജർ, ഇത് മൈനർ ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു കേസ് വരുന്ന ക്വസ്റ്റ്യനോട് വരാം. ഇത് രണ്ട് ഇതിൽ ചെയിന്റെ നീളം എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട. ഇനി അങ്ങോട്ട് എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇത് ടെർഷറി ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരും. ആ മീഥേൻ ട്രാൻസ്ഫർ CH3 ട്രാൻസ്ഫർ ഇങ്ങോട്ട് പോകും. ഒന്നുകൂടെ കാണിക്കാം. എന്തോ ആയിക്കോട്ടെ, കോൺസെൻട്രേറ്റഡ് സ്ഥലത്ത് ഇങ്ങനെ രണ്ട് കാറ്റഗറികൾ. അപ്പൊ ഇവിടുത്തെ പ്രോഡക്റ്റ് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. CH3C, CH3 ഡബിൾ ബോണ്ട് C, CH3 ഇതാണ്. ഈ CH3 ട്രാൻസ്ഫർ ഇങ്ങോട്ട് പോയി. ഇതായിരിക്കും, കാരണം ടെർഷറി കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരും. 1000 വട്ടം പറഞ്ഞാലും ശരി, ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഒന്നെങ്കിൽ 4 കൂടുതൽ വരുന്ന ചെയിൻ വരും. അപ്പൊ OH ഇപ്പുറത്തോട്ട് മാറ്റി ഷിഫ്റ്റ് അടിക്കാം. ഇവിടെയാണ് OH എങ്കിൽ നിങ്ങൾ അവിടുന്ന് കളഞ്ഞിട്ട് ഇവിടോട്ട് ഇടാം. ഇവിടെ വരേണ്ട ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട്, ബിക്കോസ് സെക്കൻഡറി കാർബോകാറ്റോൺ ഈസ് മോർ സ്റ്റേബിൾ. മനസ്സിലായോ? ഓക്കെ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടോ, ഇപ്പുറത്ത് ടെർഷറി വരും. അപ്പൊ ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഈ രണ്ട് കാറ്റഗറി ക്വസ്റ്റ്യനേ ഉള്ളൂ. ചെയ്യുന്ന എന്താ എങ്ങനെ പോയാലും ഈ രണ്ട് കാറ്റഗറി ക്വസ്റ്റ്യനേ ഉള്ളൂ. ആൽക്കഹോൾ. പിന്നെ ഈ പറഞ്ഞ കാര്യം അടുത്ത ബീറ്റ എലിമിനേഷൻ അത് സൈസഫോൾ, അത് ഈ പറഞ്ഞതല്ല, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ. ബീറ്റയില് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏതാണോ അങ്ങോട്ടേ എലിമിനേഷൻ പ്രൊസീജിയർ സൈസഫോൾ. അവിടെ സജസ്റ്റ് പ്രോഡക്റ്റ് ആണ് ചോദിക്കുന്നത്. സജസ്റ്റ് പ്രോഡക്റ്റ് ബീറ്റ എലിമിനേഷൻ. പിന്നെ ഞാൻ പറഞ്ഞു ആൽക്കൈൻ. ആൽക്കൈനകത്ത് ആൽക്കീൻ കിട്ടാം, സിസ് ആൽക്കൈൻ കിട്ടും, ട്രാൻസ് കിട്ടുന്ന കേസ് ഓർത്തിരിക്കുക. സോഡിയം അല്ലെങ്കിൽ ലിഥിയം ലിക്വിഡ് അമോണിയ ആണെങ്കിൽ മാത്രമേ ട്രാൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ആൽക്കീന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഒരു ബുദ്ധിമുട്ടും ഇല്ല ആൽക്കീന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പൊ ഇത്രയാണ് ഞാൻ പറഞ്ഞത്, ആൽക്കീന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഇനി ആൽക്കീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി അവിടെ കാര്യമായിട്ട് നോക്കണ്ട. ആൽക്കീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി വേണമെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേക്കാം. സ്റ്റേറ്റ് 2 മുതൽ 4 വരെ ഗ്യാസ്, 2 മുതൽ 4 വരെ മെമ്പേഴ്സ് ഗ്യാസ്, 18 വരെ ഉള്ളവർ ലിക്വിഡ്. മറ്റേത് 17 ആയിരുന്നു, ഇവിടെ 18. 5 മുതൽ 18 വരെ, 5 മുതൽ 18 വരെ ലിക്വിഡ്. എബോവ് 80 സോളിഡ് ആയിരിക്കും. റൂം ടെമ്പറേച്ചറിലാണ്, 298 കെൽവിനിലാണ് പറഞ്ഞത്. ബിക്കോസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് വാണ്ടർ ഫോഴ്സ് ആണ്, അതാണ് അതിന്റെ കാരണം. ജസ്റ്റ് അടുത്തത് സോളിബിലിറ്റി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് വാണ്ടർ ഫോഴ്സ് ആയതുകൊണ്ട് ഓർഗാനിക് സോൾവെന്റിലെ സോളിബിൾ ആവത്തുള്ളൂ. ബോയിലിംഗ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് അത് തന്നെ. ചെയിന്റെ ലെന്ത് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും, ചെയിന്റെ ലെന്ത് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ്. പിന്നെ സിസ് ഐസോമറിനായിരിക്കും ട്രാൻസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. സിസ് ട്രാൻസ് ഐസോമർ തന്നാൽ സിസ് ഐസോമറിനായിരിക്കും ട്രാൻസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. സിസ് ഐസോമർ ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ട്രാൻസ് ഐസോമർ. അതുപോലെ ആൽക്കീനും ആൾട്ടർനേഷൻ എഫക്റ്റ് കാണിക്കും. ആൽക്കീൻസും ആൾട്ടർനേഷൻ എഫക്റ്റ് കാണിക്കും. മെൽറ്റിംഗ് പോയിന്റിൽ ആൽക്കീൻസും ആൾട്ടർനേഷൻ എഫക്റ്റ് കാണിക്കും. അടുത്ത ആൽക്കീൻസ് പങ്കെടുക്കുന്ന റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ ആണ്. ആൽക്കീൻസ് പങ്കെടുക്കുന്നത് അഡീഷൻ റിയാക്ഷൻസിലാണ്. ആൽക്കീൻസ് അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ. നോർമൽ ആൽക്കീൻ പറയാം. നോർമൽ ആൽക്കീനിന് മുമ്പോട്ട് പോകാം.
Excuse me, one minute. No. ഞാൻ ക്ലാസ് ഓക്കെ. അപ്പൊ ആൽക്കീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാനുള്ളത്. ആൽക്കീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ ജസ്റ്റ് എത്തീൻ എടുത്തിട്ടൊക്കെ പറയാം, പിന്നെ എക്സെപ്ഷൻ പിന്നെ പറയാം, ഡിസിമിലർ ആയിട്ട് മാർക്കോണിക് ആന്റി മാർക്കോണിക് പിന്നെ പറയാം. അപ്പൊ ആൽക്കീന്റെ ജസ്റ്റ് നിങ്ങൾ കണ്ടു ഹൈഡ്രോജനേഷൻ, സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ, സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. ഒന്നുമില്ല, അത് ഡിസിമിലർ ആയാലും എന്തായാലും ശരി സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ ആയി കാണുന്നത്. ഞാനത് പറഞ്ഞതാണ്. ഹൈഡ്രോജൻ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ സാച്ചുറേറ്റിനെ അൺസാച്ചുറേറ്റ് ആക്കുന്ന ഒന്നാമത്തെ റിയാക്ഷൻ. ദെൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. നിങ്ങൾ ഓർഗാനിക് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്രോമിൻ വാട്ടർ ആണ്, ബ്രോമിൻ CCl4. അവിടെ ഒന്നും നോക്കാനില്ല, ബ്രോമിൻ CCl4. അപ്പൊ ബ്രോമിൻ വാട്ടറിന്റെ കളർ ഡിസപ്പിയർ ചെയ്യും, ബ്രോമിൻ വാട്ടറിന്റെ കളർ ഡിസപ്പിയർ ചെയ്യും, ബ്രോമിൻ വാട്ടറിന്റെ കളർ ഡിസപ്പിയർ ചെയ്യും. അൺസാച്ചുറേഷൻ ടെസ്റ്റ്. അഡീഷൻ ഓഫ് ഹൈഡ്രോഹാലിക് ആസിഡ്, നിങ്ങൾക്കറിയാം HBrന്റെ അഡീഷൻ, മാർക്കോണിക് ഓഫ് ആന്റി മാർക്കോണിക് ഓഫ് എന്ന കേസ്. പക്ഷെ ഇവിടെ സിമിലർ ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല, സിമിലർ ആയതുകൊണ്ട് വലിയ കാര്യമൊന്നും പറയുന്നില്ല. അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈഡ്, അഡീഷൻ റിയാക്ഷൻ എല്ലാം ശ്രദ്ധിച്ചെടുക്കുക. ആ ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഒന്ന് അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ, അഡീഷൻ ഓഫ് ഹാലജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈഡ്. ദെൻ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് പിന്നെ ജസ്റ്റ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആൽക്കഹോൾ ആയിട്ട് മാറും. അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആദ്യമേ OSO3H, പിന്നെ അത് മാർക്കോണിക് ഓഫ് ആന്റി മാർക്കോണിക് ഓഫും വരും. ഇവിടെ രണ്ടിടത്ത് മാർക്കോണിക് ഓഫ് ആന്റി മാർക്കോണിക് ഓഫും വരും, രണ്ടിടത്ത്. അത് ഞാൻ പറഞ്ഞോളാം. മാർക്കോണിക് ഓഫ് ആന്റി മാർക്കോണിക് ഓഫിന്റെ കേസ് പറയാം. ഇപ്പൊ റിയാക്ഷൻ ഏതൊക്കെയെന്ന് പറയാം. ഇപ്പൊ തന്നെ 1, 2, 3, 4 അഡീഷൻ ആയി. ഇനി അടുത്തത് അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, ഹൈപ്പോഹാലസ് ആസിഡ്, ഹൈപ്പോഹാലസ് ആസിഡിന്റെ അഡീഷൻ ആണ്. അത് ഇങ്ങനെയും പറയുന്നുണ്ട്, ഹാലജൻ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ഹൈപ്പോഹാലസ് ആസിഡിന്റെ അഡീഷൻ തന്നെ ഇങ്ങനെയും തരുന്നുണ്ട്. ഹാലജൻ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തന്നത് ഹാലജൻ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ, ഇങ്ങനെ തന്നാൽ ഇത് തന്നെ റിയാക്ഷൻ. അത് ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ളൂ. ഹൈപ്പോഹാലസ് ആസിഡിന്റെ അഡീഷൻ, ഹൈപ്പോഹാലസ് ആസിഡിന്റെ അഡീഷൻ. അടുത്ത അഡീഷൻ ഓഫ് നൈട്രോസിൽ ക്ലോറൈഡ്, അഡീഷൻ ഓഫ് നൈട്രോസിൽ ക്ലോറൈഡ്, അഡീഷൻ ഓഫ് നൈട്രോസിൽ ക്ലോറൈഡ്. ഇത്രയും ജസ്റ്റ് ബോർഡിൽ തികയുന്ന ഇത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഇത്ര അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ബ്രോമിൻ, അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈഡ്, അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, അഡീഷൻ ഓഫ് നൈട്രോസിൽ ക്ലോറൈഡ്. ഇത്രയും ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. അഡീഷൻ റിയാക്ഷൻസ് ഇത്രയും. അടുത്ത് ഒരുപാട് അഡീഷൻ റിയാക്ഷൻ ഉണ്ട്, വേണ്ടുന്നതെല്ലാം പറഞ്ഞുതരാം. അടുത്ത അഡീഷൻ ഓഫ് സൾഫ്യൂറേറ്റ് ക്ലോറൈഡ്. ഒരു ആൽക്കീനകത്തോട്ട് സൾഫ്യൂറേറ്റ് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു.
സൾഫ്യൂറൈൽ ക്ലോറൈഡ്, സൾഫർ മോണോക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. അവിടെ ശ്രദ്ധിക്കാനുള്ളത് മസ്റ്റാർഡ് ഗ്യാസ് ആണ്. സാർ ബോർഡ് കാണാൻ പറ്റുന്നില്ല. ഓ സോറി. സൾഫ്യൂറൈൽ ക്ലോറൈഡ്, സൾഫർ ശ്രദ്ധിച്ചോ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, H2Cl2. അത് ഡബിൾ ബോണ്ട് ആണ്. ഇങ്ങനെ പ്രോഡക്റ്റ് മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറയും. മസ്റ്റാർഡ് ഗ്യാസ്. സൾഫ്യൂറൈൽ ക്ലോറൈഡിന്റെ പ്രോഡക്റ്റ് ശ്രദ്ധിച്ചോണം. ആ ഡബിൾ ബോണ്ട് ഞാൻ ഓരോന്ന് പറയുമ്പോൾ പറഞ്ഞിരുന്നു. മസ്റ്റാർഡ് ഗ്യാസ്. അടുത്ത നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് വാട്ടർ ഗ്യാസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അഡീഷൻ ഓഫ് ഹൈഡ്രോഫോർമുലേഷൻ റിയാക്ഷൻ. അപ്പൊ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. കാർബണൈലേഷൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കാർബണൈലേഷൻ റിയാക്ഷൻ. അപ്പൊ ആൽഡിഹൈഡ് ആവുന്ന റിയാക്ഷൻ കാർബണൈലേഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഓക്സോ പ്രോസസ് എന്ന് വിളിക്കുക. ഓക്സോ പ്രോസസ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ടെട്രാ കാർബണിൽ കൊബാൾട്ട് ആഡ് ചെയ്താലും ആൽഡിഹൈഡ് ആയിട്ട് മാറും. ആൽഡിഹൈഡ്, ആൽക്കീൻ പ്ലസ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഡൈബോറൈൻ ആണ് ഇത്, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഞാൻ ആൽക്കഹോൾ പഠിക്കുമ്പോൾ പറഞ്ഞു ആൽക്കഹോൾ ആയിട്ട് മാറും. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ആൽക്കഹോൾ കിട്ടുന്ന റിയാക്ഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ആൽക്കഹോൾ കിട്ടുന്ന റിയാക്ഷൻ. ഇനി ഒരുപാട് റിയാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് സമയം കുറവാണ്, ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് മസ്റ്റാർഡ് ഗ്യാസ് ഉണ്ടാകുന്ന സൾഫ്യൂറിൻ ക്ലോറൈഡ്, സൾഫർ മോണോക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മസ്റ്റാർഡ് ഗ്യാസ് കിട്ടുന്ന റിയാക്ഷൻ, കാർബണൈലേഷൻ റിയാക്ഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. Then അത് കഴിഞ്ഞിട്ട് ആൽക്കലൈൻ KMnO4, കോട്ട് കോൺസെൻട്രേറ്റഡ് KMnO4, then സിങ്ക് ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻ, ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ള ഓക്സിഡേഷൻ, പോളിമറൈസേഷൻ റിയാക്ഷൻ. അങ്ങനെ ഒരുപാട് റിയാക്ഷൻ. ഏതാണ്ട് ആൽക്കീനെ സംബന്ധിച്ച് ഏതാണ്ട് 19ഓളം കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അതെല്ലാം പറഞ്ഞതിന് ശേഷം അൺസിമെട്രിക്കലും സിമെട്രിക്കലും മാർക്കോണിക് ആന്റി മാർക്കോണിക് പറഞ്ഞിരുന്നു. ആൽക്കീൻ ഇത്രേ ഉള്ളൂ. പിന്നെ ആൽക്കൈൻസ് പഠിക്കേണ്ടി വരത്തില്ല, കാരണം ആൽക്കീൻ നല്ലതുപോലെ പഠിച്ചാൽ ആൽക്കൈൻ പഠിക്കേണ്ടി വരത്തില്ല. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ മാത്രം പഠിച്ചു. അപ്പൊ ഹൈഡ്രോ കാർബണോട് തീരും. അടുത്ത ദിവസം ഞാൻ പറഞ്ഞു ആൽക്കൈൽ ഹാലൈഡ് ഹാലോ കോമ്പൗണ്ടും ആൽക്കഹോൾ ഫീനോൾ വരെയാണ് പറയുന്നത്. അപ്പൊ അതും കൂടെ കഴിയുമ്പോൾ പിന്നെ ഒരു ദിവസം ആൽഡിഹൈഡ് കീറ്റോൺ അമീനും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീരുകയാണ്, വൈൻഡപ്പ് ആണ് ഓർഗാനിക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോകത്തേ ഉള്ളൂ. സോ നമ്മള് റൂട്ട് മാപ്പുകൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് മൊത്തം 10 കോമ്പൗണ്ടിന്റെ റൂട്ട് മാപ്പ് ഞാൻ ചെയ്തുതരാം. പിന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സമയം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, അപ്പൊ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ദിവസം ക്വസ്റ്റ്യനോട് അയച്ചു തന്നേക്കാം, അതോടെ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ റൂട്ട് എങ്ങനെ എഴുതി പഠിക്കാന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാറ്റലിസ്റ്റ് നോക്കി. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഓർഗാനിക്കിന്റെ റിയാക്ഷൻ ഏതൊക്കെ ടൈപ്പ് ആണ്. ഒന്ന് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ. ഒന്നുകിൽ റിയാക്ടിവിറ്റിയുടെ ഓർഡർ, അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത്, അല്ലെങ്കിൽ അമീന്റെ ബേസിക് സ്ട്രെങ്ത്, അല്ലെങ്കിൽ നൈട്രോ കോമ്പൗണ്ട് സ്ട്രെങ്ത്. ഇങ്ങനെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ. പിന്നെ ഇലക്ട്രോഫിലിസിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിസിറ്റി. എന്തായാലും ഒരു ഓർഡറിന്റെ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ആ കാറ്റഗറൈസ് ചെയ്ത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഓർഡറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 വാട്ട് ഹാപ്പൻസ്, അത് കാറ്റലിസ്റ്റ് നോക്കിയിട്ട്. പിന്നെ കംപ്ലീറ്റ് റിയാക്ഷൻ, പിന്നെ നെയിം റിയാക്ഷൻ സജസ്റ്റ്. നെയിം റിയാക്ഷൻ ഏതാണ്, ഏത് നെയിം റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഒരു 5-6 കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ആ സ്ഥിരമായിട്ട് ചോദിക്കുന്ന എല്ലാ കാറ്റഗറി ക്വസ്റ്റ്യനും ഒന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരെങ്കിലും കേൾക്കാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ പറയുക, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സോട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ആ ഒരു ബുദ്ധിമുട്ട് മാറും. ആൽക്കൈൻസ് നോക്കുക. ആൽക്കൈൻസിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞു. ആൽക്കിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞത് ഇതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ?
കേൾക്കുന്നില്ല. നിങ്ങൾ പറയേണ്ടവരുണ്ടോ? ഇല്ല സർ, ഇല്ല. അപ്പം ആൽക്കീൻസ് നോക്കുക. ഞാൻ പറഞ്ഞു 18 കെമിക്കൽ പ്രോപ്പർട്ടിയോളം പറയാനുണ്ട്. അപ്പൊ 18 ഉണ്ടോ ഞാൻ പറഞ്ഞു തരാം. അപ്പോഴ് ഒന്നുമില്ല, നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെ. അഡീഷൻ റിയാക്ഷൻ തന്നെ, മാർക്കോണിക് ഓഫ് ആന്റി മാർക്കോണിക്. പക്ഷെ നിങ്ങൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. സൾഫ്യൂരിൻ മസ്റ്റാർഡ് ഗ്യാസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കാർബണൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബണൈലേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്യാസിന്റെ അഡീഷൻ ആണ്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ഡൈബോറൈൻ ആൽക്കീനകത്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആണ്. അങ്ങനെ പ്രോഡക്റ്റ് എങ്ങനെ സജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം മാത്രം ഓർക്കും. നൈട്രോസിൽ ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഒരിടത്ത് NOയും ഒരിടത്ത് CLO ആണ് കിട്ടുന്നത്. സൾഫ്യൂരിൻ ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇരട്ടി നമ്പറുള്ള മസ്റ്റാർഡ് ഗ്യാസ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് റൂട്ട് ഓരോന്ന് സെപ്പറേറ്റ് പറഞ്ഞു തരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അപ്പൊ 2 ദിവസം കൂടെ നമുക്ക് ഓർഗാനിക് തീർക്കാൻ പറ്റും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വാട്സാപ്പിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ ആൽഡിഹൈഡ് കീറ്റോൺ പറയുമ്പോഴത്തേക്ക് അതിന്റെ ക്വസ്റ്റ്യൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഹൈഡ്രോകാർബണിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ ഇട്ടേക്കുക, ഞാൻ ചെയ്തു തരാം. ഓക്കെ 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 സർ. ഓക്കെ സാർ. ഓക്കെ സാർ. ഞാൻ സംസാരിക്കാതെ കാരണം ഒന്നും നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോകാൻ പറ്റാത്ത. ക്ലാസ്സിലെ പോലെയല്ല, നമുക്ക് ഉള്ള സമയം നമുക്ക് മാക്സിമം യൂസ് ചെയ്യാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ ഓക്കെ സർ. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ക്ലാസ് എടുക്കാനുള്ള സമയം ഇനിയില്ല, അതുകൊണ്ടാണ്.